എന്നിട്ട് പലരും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിങ്ങനെ ഈ പ്രാക്ടിക്കൽ അല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സ്വത്തിനെ കുറിച്ചായാലും ജീവിതത്തെക്കുറിച്ചായാലും പ്രാക്ടിക്കൽ അല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. എൻ്റെ അപ്പൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ദൈവം ഇത് പുള്ളി കേൾക്കുമെന്ന് അറിയാൻ മേല, നീ സ്വത്ത് വേണ്ട, പൈസ ഉണ്ടാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നടന്നോ? കർത്താവ് അങ്ങനെ പറഞ്ഞെങ്കിൽ കർത്താവ് കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു. നീ കല്യാണം കഴിച്ചിട്ട് നിനക്കുണ്ടായ കൊച്ചുങ്ങൾ പോരാതെ നീ വെളിയിൽ നിന്നും 3 എണ്ണത്തിന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അവസാനം സ്വത്ത് വേണ്ട, ഇത് വേണ്ട, ഇതൊക്കെ മണ്ടത്തരവടാന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞ മണ്ടത്തര. ആ സഹോദരനോട് പറയുവാ, ചേച്ചി സംഗതി പ്രശ്നമായിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു, എന്ത് പ്രശ്നം? കർത്താവ് വന്ന് പോയതാ, അല്ലാതെ പുള്ളി പോകാൻ ഒരു വഴിയുമില്ല. ഞാൻ പറഞ്ഞു, കർത്താവേ, നോർത്ത് ഇന്ത്യയിൽ സുവിശേഷ വേലയ്ക്ക് പോയാൽ പിന്നെ എനിക്ക് നാളെ വരുമ്പം പ്രസംഗിക്കാൻ ആള് വേണ്ടേ? ഇപ്പൊ പാസ്റ്റർമാരും കരുതിക്കുട്ടി സംസാരിക്കും. നിങ്ങൾ നല്ല ജോലിയൊക്കെ ഇട്ട് സുശേഷയിലേക്ക് പോകുന്ന പറഞ്ഞ് ഈ പാസ്റ്റർ ചിലപ്പോൾ സമ്മതിക്കായിരിക്കും, പക്ഷെ മിക്കവാറും പാസ്റ്റർമാരും വേണോ ആലോചിച്ചിട്ട് മതി എന്നൊക്കെ പറയുള്ളൂ. കാരണം ഞാൻ പറയുന്നില്ല. എന്നോടൊരു വേറൊരു പ്രവാചകൻ പറഞ്ഞാണ്, നിങ്ങൾ ആകാശത്തോടെ എയറോപ്ലെയിനിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ പ്രവാചക, എനിക്ക് എയറോപ്ലെയിനിൽ നിന്ന് ഇറങ്ങിയില്ല, ഞാൻ എൻ്റെ മക്കളെ എങ്ങനെ കാണും? ഞാൻ എങ്ങനെ ഈ ഭൂമിയിലെ ശ്വാസം ഒന്ന് വലിക്കണം തോന്നി എന്ത് ചെയ്യും? ഇപ്പൊ പെന്തക്കോസ്തുകാർക്ക് വന്നു വന്ന ആകെ ഒരു പ്രസംഗമുള്ളൂ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. ഇതൊരു പ്രതിഭാസമാണ്. ഏത് ബൈബിളിൽ നിന്ന് ഏത് വാക്യം എടുത്താലും അവസാനം എല്ലാവരെയും കൂടെ എഴുന്നേൽപ്പിച്ച് നിർത്തി ആ ഒരു ബ്രെയിൻ വാഷിംഗ് തലത്തിലേക്ക് വരുന്ന സമയത്ത് അവരെല്ലാം പറയുന്ന അസാധ്യങ്ങളെ സാധ്യം. അത് പറഞ്ഞാലേ നമുക്കൊരു വൈബ്രേഷൻ ഉണ്ടാവുള്ളൂ. ഒന്നാമത് നമ്മൾ നമ്മുടെ പ്രവൃത്തികളിലൂടെയാണ് നമ്മുടെ പാപത്തെ തിരിച്ചറിയുന്നത്. നമ്മൾ പാപികളാണ് എന്ന് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രവൃത്തികൾ കണ്ടിട്ടാണ്. അവൻ ശരിയല്ല എന്ന് പറയണമെങ്കിൽ വി ഹാവ് ടു സീ സംതിങ് ബാഡ് ഇൻ ഹിം. കാണണം, എന്തെങ്കിലും പ്രവൃത്തികളുണ്ടെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. നമുക്ക് അവരുടെ മനസ്സൊരിക്കലും പൂർണ്ണമായും പരിശോധിക്കാനോ മനസ്സിലാക്കാനോ കഴിയില്ല. അതുകൊണ്ട് ശരിക്കും പാപികളെ വേർതിരിക്കുന്നത് അവരുടെ പ്രവൃത്തികളാണ്. സാക്ഷ്യം ഉണ്ടാകുന്നതും പ്രവൃത്തികളാലാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ എന്ന് പറയുന്നത്. നമ്മുടെ ഹൃദയം നോക്കി മഹത്വപ്പെടുത്താൻ പറ്റില്ല, അത് വളരെ ഗുപ്തമാണ്. നമുക്ക് ആരെയും കാണിക്കാനും സാധിക്കില്ല. കാണിച്ചാലും നമുക്കത് റിയലായിട്ട് കാണിക്കാൻ പറ്റില്ല. അതിൻ്റെ ഒരു സ്മൂത്ത് ഡൗൺ വേർഷൻ മാത്രമേ നമുക്ക് കാണിക്കാൻ സാധിക്കുള്ളൂ. ഈ രണ്ടാമത്തെ തലം പാപം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിനകത്താണ്. നമ്മൾ മറ്റുള്ളവരെ കാണിക്കാത്ത ഒരു പ്രതലം നമ്മുടെ ഉള്ളിലുണ്ട്. മറ്റുള്ളവർക്ക് ആർക്കും അറിയാൻ വയ്യാത്ത ഒരു ഞാനുണ്ട്. നമ്മൾ ചെറുപ്പം മുതൽ അത്തിയിലകൾ കൊണ്ട് മറയ്ക്കാൻ പരിശീലിച്ച, അകത്ത് മറഞ്ഞിരിക്കുന്ന, ദൈവത്തിന് അറപ്പുണ്ടാക്കുന്ന, ഏത് മനുഷ്യൻ കണ്ടാലും അവർക്കെല്ലാം അറപ്പ് തോന്നിപ്പിക്കാവുന്ന രീതിയിലുള്ള ഒരു മനുഷ്യൻ, ഒരു പാപ മനുഷ്യൻ നമുക്ക് ഉണ്ട്. അതാരെയും കാണിക്കാതിരിക്കാനുള്ള നമ്മുടെ കഴിവിനെയാണ് സംസ്കാരം എന്ന് പറയുന്നത്. നമുക്ക് തോന്നുന്ന വികാരങ്ങളെല്ലാം പ്രകടിപ്പിക്കാതിരിക്കാൻ, നമുക്ക് തോന്നുന്ന ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിക്കാതിരിക്കാൻ, അത് മറച്ചു വെച്ച് ഞാനൊന്നും അങ്ങനല്ല ഞാൻ എന്ന് അഭിനയിക്കാനുള്ള നമ്മുടെ കഴിവിനെയാണ് സംസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അത്തിയിലകൾ വെച്ച് നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. ഇതെല്ലാം പൊളിഞ്ഞു പോയാൽ നമ്മൾ വെറും പാപികൾ തന്നെയാണ്. ഇത് 2 തലത്തിൽ നമ്മൾ പാപത്തെ മനസ്സിലാക്കുമ്പോഴും അതിനെ അതിജീവിക്കുവാൻ ദൈവത്തെ സ്തോത്രം ചെയ്യാത്തത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നും, ഇപ്പോൾ ഉദാഹരണത്തിന് അസൂയ തോന്നുന്ന ഒരാളോട്, അപ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തുകൊണ്ടാണ് അവൻ എന്താണോ അവനെ വലുതാക്കിയത് ആ വസ്തുവിന് നമ്മൾ മഹത്വം വയ്ക്കുന്നതുകൊണ്ടാണ്. ദൈവമാണ് ഇതിൻ്റെ എല്ലാം ഉത്തരവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അസൂയപ്പെടേണ്ട കാര്യമില്ല. ഇഫ് യു അക്നോളജ് ഗോഡ് ആസ് യുവർ കിങ്, യു ഡോണ്ട് ഹാവ് ടു ബി envious of anyone. കാണേണ്ട കാര്യമില്ല. കാരണം ദൈവമാണ് എല്ലാം തീരുമാനിക്കുന്നത്, ദൈവമാണ് എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. എനിക്ക് തന്നത് ഏറ്റവും നല്ലതാണ്, ഓരോരുത്തർക്കും നൽകുന്നത് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചാണ്. ദൈവമേ നീ എല്ലാം ബുദ്ധിയോടെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ പാപത്തിൻ്റെയും അസൂയയുടെയും വിദ്വേഷത്തിൻ്റെയും തകർന്നു പോകുമെന്ന് നമ്മൾ ഇന്നലെ കാണാനിടയായി. മൂന്നാമത്തെ കാര്യം നമ്മുടെ ശരീരത്തിൻ്റെ ബലഹീനതയാണ്. ശരീരത്തിൻ്റെ ബലഹീനതയുടെ ഏറ്റവും വലിയ പ്രശ്നം ഇത് നന്നാകാൻ പോകുന്നില്ല എന്നുള്ളതാണ്. വി ആർ ഹെൽപ്ലെസ് ദെയർ. അവിടെയാണ് നമ്മൾ പൂർണ്ണമായിട്ടും നിസ്സഹായരാകുന്നത്. കാരണം ബൈബിൾ പറയുന്ന അനുസരിച്ച് നമുക്കറിയാം, നമ്മുടെ ശരീരം വീണ്ടെടുക്കപ്പെടുന്നത് കർത്താവിൻ്റെ കാഹളനാദം കേൾക്കുമ്പോഴാണ്. അതുവരെ നമ്മുടെ ശരീരം പാപം ഉള്ള, വീഴ്ചയുള്ള,
പാപസ്വഭാവമുള്ള ഒരു ശരീരം ആണ്, മരണത്തിന് അധീനമായൊരു ശരീരമാണ്. അതുകൊണ്ട് ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം വി വിൽ ഹാവ് ടു കോപ്പ് വിത്ത് എ ബോഡി ദാറ്റ് ഡസ് നോട്ട് റെസ്പോണ്ട് ടു ഗോഡ്സ് ലോ. ദൈവത്തിൻ്റെ നിയമത്തോട് പ്രതികരിക്കാത്ത, ഇഷ്ടപ്പെടാത്ത, ദൈവത്തിൻ്റെ നിയമത്തിന് വ്യതിരിക്തമായി ഇടപെടുന്ന ഒരു പ്രമാണം നമ്മുടെ അവയവങ്ങളിൽ കാണുന്നു. നമ്മൾ ഇന്നലെ യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ കണ്ടു, എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ എത്ര നന്നായാലും സ്തോത്രം ചെയ്താലും. റോമാലേഖനം 7-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, 21 മുതലുള്ള വാക്യങ്ങൾ, എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ എത്ര ദൈവത്തെ സ്തുതിച്ചാലും, എത്ര എനിക്ക് ഇഷ്ടപ്പെട്ടാലും, എത്ര ഇത് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചാലും അതിനെന്നെ അനുവദിക്കാത്ത ഒരു പ്രമാണം എൻ്റെ ശരീരത്തിലുണ്ട്. സ്നേഹം എന്നിൽ ഉളവാക്കാത്ത, അത് എത്ര ശ്രമിച്ചാലും എനിക്ക് വരാത്ത ഒരവസ്ഥയുണ്ട്. ഞാൻ എത്ര കരഞ്ഞാലും സാധിക്കാത്ത ഒരു നീതിയുടെ തലമുണ്ട്. അത് ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. അയ്യോ, ഐ എം എ ഹൊറിബിൾ സിന്നർ എന്ന് മനസ്സിലാകണമെങ്കിൽ മനുഷ്യൻ്റെ നീതി വെളിപ്പെട്ടാൽ പോരാ, ദൈവത്തിൻ്റെ നീതി നമുക്ക് വെളിപ്പെടുമ്പോഴാണ് നമ്മൾ നിസ്സഹായരായി പോകുന്നത്. യേശുക്രിസ്തു പ്രത്യക്ഷമാകുന്നത് വരെ പല അത്തീലകൾ മതിയായിരുന്നു. എന്നാൽ കർത്താവ് പ്രത്യക്ഷമായപ്പോൾ വലിയ നീതിമാന്മാരെല്ലാം വിയർത്തു. അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാതായി പോയി. കാരണം അവരുടെ എല്ലാം പ്രാപ്തിക്കപ്പുറത്തുള്ളൊരു നീതിയാണ് ദൈവത്തിൻ്റെ നീതിയായി സുവിശേഷത്തിലൂടെ വെളിപ്പെട്ടു വന്നത്. എവ്രി വൺ വാസ് ഡിഫീറ്റഡ്. എല്ലാവരും തോറ്റുപോയി, എല്ലാവരും പരാജയപ്പെട്ടു. അവരെല്ലാം കർത്താവെ അയ്യോ എന്ന് പറയേണ്ടതായിരുന്നു. പക്ഷെ നീതിമാന്മാർക്ക് അത് പറയാൻ കഴിഞ്ഞില്ല. കാരണം അവരെ തന്നെ നീതീകരിച്ചുകൊണ്ടിരുന്നു. ഇവിടെ ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടപ്പോൾ, നമ്മളത് വിശദമായിട്ട് കാണാൻ കഴിയുമോയെന്നറിയില്ല, ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടപ്പോൾ അത് പ്രവൃത്തിക്കായിട്ടല്ല, വിശ്വാസത്തിനായി വെളിപ്പെട്ടു. പ്രവൃത്തിക്കായി വെളിപ്പെട്ടിരുന്നെങ്കിൽ കുറേ അവന്മാർ വീരന്മാരായനെ. അങ്ങനെ ദൈവം അനുവദിച്ചില്ല. പ്രവർത്തിച്ച് സാധിക്കാവുന്ന ഒരു തലത്തിലേക്കായിരുന്നില്ല ദൈവത്തിൻ്റെ നീതി ദൈവം വെച്ചത്. ആർക്കും പ്രവർത്തിക്കാൻ പറ്റാത്ത ഉന്നതമായൊരു പർവ്വതത്തിലാണ് ദൈവത്തിൻ്റെ നീതി വെച്ചിരുന്നത്. അവിടെ യേശുവിനല്ലാതെ ആർക്കും പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് നമ്മൾ നിസ്സഹായരും കൃപയ്ക്കായി യാചിക്കുന്നവരുമായിട്ട് മാറുന്നത്. വെൻ വി ആർ ഹെൽപ്ലെസ് വി സീക്ക് സാൽവേഷൻ ഫ്രം ഔട്ട്സൈഡ്. അത് തിയോളജിയിലൊരു വാക്കുണ്ട്, എക്സ്ട്രാ നോസ് എന്ന് പറയും. അത് നമ്മുടെ രക്ഷ നമ്മുടെ അകത്തുനിന്നല്ല വരുന്നത്, വെളിയിൽ നിന്നാണ് വരുന്നത്. നമ്മളെ രക്ഷിക്കാനുള്ള ഒരു കമ്പണൻറ്റും നമ്മുടെ ഉള്ളിലില്ല. എവറിത്തിങ് ഹാസ് ടു കം ഫ്രം ഔട്ട്സൈഡ്. അത് ദൈവത്തിൽ നിന്ന് വരാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരു ലിമിറ്റേഷനാണ് തിയോളജിയിൽ എക്സ്ട്രാ നോസ് എന്ന് പറയുന്നത്. നത്തിങ് കംസ് ഫ്രം ഇൻസൈഡ്. ഓക്കെ, നമ്മൾ ഇന്നലെ കണ്ടു. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് നമ്മളെ രക്ഷിക്കാനൊരു പദ്ധതിയുണ്ട്. എന്താണ് ആ പദ്ധതി? നമ്മൾ റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 1, 2, 3, 4 വാക്യങ്ങളിൽ അത് ചുരുക്കമായിട്ട് പറയുന്നുണ്ട്. ചുരുക്കമായിട്ടല്ല, വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമുക്കത് റിവേഴ്സ് ഓർഡറിൽ ഇൻ്റർപ്രറ്റ് ചെയ്ത് നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവും. 1, 2, 3, 4 എന്നുള്ളത് നമ്മൾ 3, 4 ആദ്യം എടുക്കുകയും പിന്നീട് 2ലേക്ക് വരികയും പിന്നീട് 1ലേക്ക് വരികയും ചെയ്യാം. കാരണം 1 എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്. 1-ാമത്തെ വാക്യം ഇതാണ്: ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ഈ ക്രിസ്തു യേശുവിൽ എന്നുള്ള ആ ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ എവിടെയാണ് എന്നുള്ളൊരു ചോദ്യം, ഇത് നിത്യതയെ ബാധിക്കുന്ന ഒരു ചോദ്യമാണ്. ലെറ്റ്സ് കീപ് ദാറ്റ് ഫോർ അനദർ ടൈം. അനദർ ടൈം മീൻസ് ആഫ്റ്റർവേർഡ്സ്, കുറച്ച് കഴിഞ്ഞിട്ട്. ഇനി അതിന് 2-ാമത്തെ ഭാഗം പറയുന്നത് പാപത്തിൻ്റെ ഒരു പ്രമാണം, പാപത്തിൻ്റെ മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് നമ്മളെ ദൈവം രക്ഷിച്ചു. എങ്ങോട്ട് രക്ഷിച്ചു? ജീവൻ്റെയും ആത്മാവിൻ്റെയും പ്രമാണത്തിലേക്ക്, ആത്മാവിൻ്റെയും ജീവൻ്റെയും പ്രമാണത്തിലേക്ക് രക്ഷിച്ചു. അപ്പോൾ 2 പ്രമാണങ്ങൾ തമ്മിലുള്ള താരതമ്യമാണ് 2-ാം അധ്യായത്തിൽ പറയുന്നത്. 2-ാം വാക്യത്തിൽ പറയുന്നത്, 8-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. 3-ാം വാക്യത്തിൽ പറയുന്നത് ജഡത്താലുള്ള ബലഹീന നിമിത്തം, നമ്മൾ ഇന്നലെ വളരെ വിശദമായിട്ട് കണ്ടാണ്, ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് ഒന്നും കഴിഞ്ഞില്ല, എന്നിലൊന്നും കഴിഞ്ഞില്ല. കഴിയാത്തതിനെ സാധിപ്പിക്കാൻ ദൈവം എന്ത് ചെയ്തു? കഴിയുന്ന ഒരു ജഡത്തെ അയച്ചു. പാപമില്ലാത്ത, അകപ്പെ ഉണ്ടാക്കാൻ പറ്റുന്ന, സ്നേഹമുണ്ടാകുന്ന ഒരു ശരീരത്തെ എനിക്ക് പകരം കർത്താവ് അയച്ചു. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പിക്കാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സദൃശത്തിലും പാപം നിമിത്തവും അയച്ചു. ദൈവം എന്ത് ചെയ്തു? നമുക്കൊരു പകരക്കാരനെ വെച്ചു. ആ പകരക്കാരൻ്റെ ശരീരത്തിലൂടെ 2 കാര്യങ്ങൾ ദൈവം സാധിച്ചു. അവിടെ എഴുതിയിരിക്കുന്നത്: 1, നമ്മുടെ പാപത്തിന് അവൻ്റെ ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. 2, ജഡത്തെയല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നിങ്ങളിൽ ദൈവത്തിൻ്റെ നീതി നിറവേറേണ്ടതിന് തന്നെ. അപ്പോൾ എന്തിനാണ് യേശു എൻ്റെ ശരീരം ഈ ലോകത്തേക്ക് വന്നത്? യേശു എന്തിനാണ് ഈ ലോകത്തിലേക്ക് വന്നത്? അവൻ്റെ ശരീരം എന്തിനായി നൽകപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ്റെ ആ ശരീരാവതരണം, മനുഷ്യാവതരണം എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിച്ചാൽ 2 ഉദ്ദേശമാണ് ദൈവം അതിലൂടെ പൂർത്തീകരിച്ചത്. പ്രധാനമായും 1, എൻ്റെ പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തം, ക്രൂശിൽ എനിക്ക് പകരക്കാരൻ. മറ്റൊന്ന്, നീതി നിർവഹിക്കുന്നതിൽ എനിക്ക് പകരക്കാരൻ. ഈ 2 സബ്സ്റ്റിറ്റ്യൂഷനാണ് അവിടെ നടക്കുന്നത്. ഇത് നമുക്ക്, ഞാൻ ഇന്നലെ ഒരു കുട്ടി, തോറ്റുപോകുന്ന ഒരു കുട്ടിയുടെ എക്സാമ്പിൾ പറഞ്ഞു. ഒരു ടീച്ചർ എങ്ങനെയാണ് അവന് പകരക്കാരനാകുന്നതെന്ന് പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ഇത് എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ള കാര്യം ഞാനൊന്ന് വിശദീകരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് രക്ഷിക്കപ്പെടുന്ന സമയത്ത് എനിക്ക് ഉണ്ടായ ഒരു അനുഭവം,
അനുഭവത്തിൻ്റെ ഒരു തിയോളജിക്കൽ എക്സ്പ്ലനേഷൻ, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കാം. ദൈവത്തിൻ്റെ നീതിയുടെ സിംഹാസനത്തിൻ്റെ മുൻപിൽ നമ്മളെല്ലാം ഒരു ദിവസം നിൽക്കേണ്ടി വരും. ഏത് സൃഷ്ടിയും നിൽക്കേണ്ടി വരും. എന്നാൽ മരിക്കുന്നതിന് മുൻപ് ആ സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നവരെല്ലാം കൃപ പ്രാപിക്കുകയും മരിച്ചതിന് ശേഷം നിൽക്കേണ്ടി വരുന്നവരെല്ലാം നിത്യമായ ദണ്ഡനത്തിലേക്ക് പോവുകയും ചെയ്യും. നാം എല്ലാവരും നമ്മുടെ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ ദൈവത്തിൻ്റെ നീതിയുടെ സിംഹാസനത്തിൽ നിന്ന് ഒരു വിധി പ്രസ്താവന കേൾക്കേണ്ടത് ആവശ്യമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അങ്ങനെ ദൈവത്തിൻ്റെ നീതിന്യായ കോടതിയുടെ മുൻപിൽ, അവൻ്റെ മുൻപിൽ നിന്നു. എനിക്കെതിരെ വാദിക്കുവാൻ ഒരു വക്കീൽ വന്നിട്ടുണ്ടായിരുന്നു. ആരായിരുന്നു അത്? എനിക്കെതിരെ വാദിക്കാൻ വന്ന വക്കീൽ ആരായിരിക്കും? സാത്താനാണ്. അല്ല, എല്ലായിടത്തും എതിരെ വാദിക്കുന്നവൻ അവനായിരിക്കുമല്ലോ, സാത്താൻ, സ്വാഭാവികമായി. എനിക്ക് അനുകൂലമായിട്ട് വാദിക്കാൻ ഞാൻ ഒരു വക്കീലിന് ഒരു യൂസ്ലെസ് ആയിട്ടുള്ളൊരു വക്കീലിനെ, അന്നേരം യൂസ്ലെസ് ആണെന്ന് എനിക്ക് അറിയാൻ വയ്യ, ഞാനും കൊണ്ടു ചെന്നായിരുന്നു. അതിൻ്റെ പേരെന്താണെന്നറിയാം? നിയമങ്ങൾ. അതായത് സാത്താൻ എൻ്റെ കുറ്റം പറയുമ്പം നിയമങ്ങൾ പറയണം. അങ്ങനെയല്ല, ചെയ്സ് കുറേ നിയമങ്ങൾ അനുസരിച്ചതാണ്, അവൻ അത്ര മോശമൊന്നും അല്ലെന്ന് ആര് പറയണം? ഞാൻ അനുസരിച്ച നിയമങ്ങൾ എന്നോട് പറയണം. അത് വെച്ചാൽ നമ്മൾ പിടിച്ചു നിൽക്കുന്നത് നമ്മുടെ നീതി പ്രവൃത്തികൾ, നാം അനുസരിച്ച നീതി വ്യവസ്ഥകൾ, നിയമങ്ങൾ. ന്യായവിചാരണ ആരംഭിക്കുകയാണ്. ഒന്നാമത്തെ പ്രശ്നം, സാത്താൻ പറയുന്നു ഈ ചെയ്സ് എന്ന് പറയുന്നവൻ ഒരു കൊലപാതകയാണ്. ഞാൻ പറഞ്ഞു ഒരിക്കലുമല്ല, ഞാനൊരു മനുഷ്യനെ കൊന്നിട്ടില്ലെന്ന് മാത്രമല്ല, ഒരു കോഴിയെ പോലും കൊന്നിട്ടില്ല. എന്നെ ഇവൻ കൊലപാതകി എന്ന് വിളിക്കുന്ന തെറ്റാണ്. ഞാൻ കോഴിയെ തിന്നാൻ പോലും ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് ആ സമയത്ത് അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അപ്പം അതും കൂടെ പറഞ്ഞു, അതും ചെയ്യാത്ത എന്നെ ഒരു കൊലപാതകി എന്ന് ഇവൻ വിളിച്ചത് കള്ളമാണ്. കർത്താവ് പറഞ്ഞു, അല്ല, അവൻ കള്ളം നിന്നോടാ പറയുള്ളൂ, എന്നോട് പറയില്ല. നീ കോഴിയെ തിന്നുന്നല്ല പ്രശ്നം, സഹോദരനെ ദ്വേഷിക്കുന്നവനെല്ലാം കൊലപാതകയാണ്. നിനക്ക് നിന്റെ സഹോദരനോട് ദ്വേഷമുണ്ടെങ്കിൽ നിന്നെ ഇവിടെ കൊലപാതകയായിട്ടാണ് എൻ്റർ ചെയ്തിരിക്കുന്നത്. ആലോചിച്ച് നോക്കിയപ്പം സത്യം പറഞ്ഞ എല്ലാവരോടും ദേഷ്യമായിരുന്നു. നമ്മളെല്ലാം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അങ്ങനെയാണ്. എൻ്റെ ദേഷ്യത്തിനൊരു കാരണമുണ്ടായിരുന്നു. എല്ലാവരോടും ഞാൻ നിയമങ്ങളെല്ലാം വള്ളി പുള്ളി വിടാതെ പാലിക്കുന്ന ഒരാളായിരുന്നു. ടീച്ചേഴ്സിനോട് ചോദിച്ചാൽ അറിയാം, ഒരു ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ നിയമങ്ങൾ അനുസരിക്കുമായിരുന്നു. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാനൊരു കള്ളനായിരുന്നു, അതെനിക്ക് മാത്രം അറിയാമായിരുന്നു. ബട്ട് ഔട്ട്വേർഡ്ലി ഐ വിൽ ഒബേ ഓൾ ദ റൂൾസ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ സെൽഫ് ജസ്റ്റിഫിക്കേഷൻ്റെ സ്പിരിറ്റ്, സ്വയം നീതീകരിക്കുന്ന ഒരു സ്പിരിറ്റ് എൻ്റെ ഉള്ളിലുണ്ട്. അപ്പം ഞാൻ എന്ത് പ്രവൃത്തി ചെയ്താലും ഐ ആം ബെറ്റർ ആൻഡ് അതർ പേഴ്സൺ ഈസ് ബാഡ്. അപ്പം നിയമം ലംഘിക്കുന്നവരോടും ബലഹീനരോടും കരുണ കാണിക്കാൻ എനിക്ക് ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. ഞാൻ നിമിത്തം പഠിത്തം നിർത്തിപ്പോയ ഒത്തിരി ആൾക്കാരുണ്ട്. ടീച്ചർമാർ വെറുതെ വിട്ടാലും ഞാൻ വെറുതെ വിടുകയില്ല. നീതിക്ക് വേണ്ടി യുദ്ധം ചെയ്ത് അവനെ പുറത്താക്കിയിട്ടേ. ഇങ്ങനെ ആയപ്പോൾ ഈ പാപങ്ങളെല്ലാം കൂടെ കരുതിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നരകമല്ലാതെ വേറൊന്നും കിട്ടാൻ സാധ്യതയില്ല. കാരണം ഐ ആം കൺസിഡേർഡ് എ മർഡറർ. പിശാച് നിർത്തിയിട്ടില്ല. അവനിങ്ങനെ ഓരോന്ന് പറഞ്ഞു. എല്ലാം എനിക്ക് യെസ് പറയേണ്ടി വന്നു. കാരണം ഇതൊന്നും ചെയ്തില്ലെങ്കിലും ദൈവത്തിൻ്റെ നീതിയുടെ മുമ്പിൽ എല്ലാത്തിലും നമ്മൾ ഷോർട്ടാണ്. ഒരിടത്തും നമ്മൾ പൂർത്തിയിലെത്തിയിട്ടില്ല. അപ്പം എല്ലാം എക്സ്പോസ്ഡായി. ഒരിടത്തും ഞാൻ പിടിച്ചു നിൽക്കാൻ ഒരു വള്ളി പോലും കാണുന്നില്ല. അവസാനം പിശാച് പറയാൻ ഇവനൊരു വിഗ്രഹാരാധിയാണ്. അവിടെ ഞാൻ പിന്നെ ഒബ്ജക്റ്റ് ചെയ്തു. ഞാൻ വിഗ്രഹാരാധന ഒരിക്കലും സമ്മതിക്കില്ല. കാരണം 3 വർഷം മുമ്പ് ഞാൻ ഓർത്തഡോക്സ് ചർച്ച് വിട്ടിറങ്ങിയതാണ്. അന്ന് ദൈവം ഉണ്ടോയെന്ന് പോലും അറിയില്ല, ഉറപ്പില്ല. പക്ഷെ ഓർത്തഡോക്സ് ചർച്ചിൽ നടക്കുന്ന വെറും മനുഷ്യൻ്റെ പരിപാടികളാണെന്ന് മനസ്സിലായതുകൊണ്ട് ഇനി എന്തിനാണ് നമ്മൾ ഇതിനകത്ത് തട്ടിപ്പിനകത്തിരിക്കുന്നത് വിചാരിച്ചിറങ്ങിയ ഐഡലേറ്ററിയോടുള്ള വൈരാഗ്യം കാരണം. ആ എന്നെ ഐഡലേറ്റർ എന്ന് വിളിച്ചാൽ എങ്ങനെ ശരിയാവും? ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഞാൻ ഒരിക്കലും വിഗ്രഹാരാധിയല്ല ആയിരുന്നു, പക്ഷെ ഞാനത് വിട്ടതാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ കൊണ്ടു നടക്കുന്ന വിഗ്രഹം പള്ളിയിലോ അമ്പലത്തിലോ ഇരിക്കുന്ന വിഗ്രഹമല്ല, അത് നീ തന്നെയാണ്. ഞാൻ നോക്കിയപ്പോൾ സംഗതി ശരിയാണ്. എന്നെ എല്ലാവരും നല്ലതാക്കി പറയണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. ഞാനാകുന്ന വിഗ്രഹത്തെ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുക. നിങ്ങൾക്ക് ഈ 3-4 ദിവസം ഈ വിഗ്രഹത്തെ കണ്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഭയങ്കരനായിരുന്നു എന്ന് പറയാം. അങ്ങനെ പറയണമെന്നാണ് ഒരു സ്വാഭാവിക മനുഷ്യൻ്റെ ഇഷ്ടം. അവിടെ എന്തെങ്കിലും മോശമായിട്ട് നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമമുണ്ടാവും. ഇതാണ് പഴയ മനുഷ്യൻ. അപ്പം ശരിക്കും നമ്മളെല്ലാം താലോലിക്കുകയും ആരും അപമാനിക്കുകയും ചെയ്യരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഗ്രഹം ഉണ്ടെങ്കിൽ അത് ഞാൻ തന്നെയാണ്.
ഈ വിഗ്രഹത്തെ മറ്റുള്ളവരെല്ലാവരും മാലയിടുന്നതും കാത്താണ് ഞാൻ ഇരിക്കുന്നത്. അതിനെയാണ് നമ്മൾ ദൈവം മാനിച്ചു എന്ന് പറയുന്നത്. സത്യത്തിൽ നമ്മുടെ പ്രയോഗം അതെൻ്റെ വിഗ്രഹത്തെ എല്ലാവർക്കും, ഞാനാകുന്ന ആ അധമ വിഗ്രഹത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ പൊരുൾ. അപ്പം ഈ ഒരു ഞാനെന്ന് പറയുന്ന സാധനത്തെ കണ്ടെത്തിയത് അവിടെ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരിടത്തും പിടിച്ചു നിൽക്കാൻ യാതൊരു വഴിയുമില്ല. ഉടനെ കർത്താവ് എൻ്റെ കൂടെ വന്ന വക്കീലിനോട് ചോദിക്കുക, ഇതൊരു ഇമാജിനേഷനാണ് കേട്ടോ, എൻ്റെ കൂടെ വന്ന വക്കീലിനോട് ചോദിക്കുക, നീ കുറേ നാളായാലോ, 20 വർഷത്തോളമായാലും ഇവൻ്റെ കൂടെ നടക്കുന്നു, എന്താ ഇവനെക്കുറിച്ച് നിനക്ക് പറയാനുള്ളത്? അപ്പോൾ ഈ വക്കീൽ പറയാം, എൻ്റെ കർത്താവേ, ഇവൻ്റെ ഈ ശരീരവും വെച്ചുകൊണ്ട് നിൻ്റെ ഒരു കൽപ്പന അനുസരിക്കാൻ ഇവനെ കൊണ്ട് പറ്റിയല്ല. ഞാൻ 20 വർഷമായിട്ട് ഇവനോട് പറയുന്നു, ഇവൻ പുറമെ എന്തൊക്കെയാണ് കാണിക്കുന്നുണ്ട്, പക്ഷെ ഇവനെ കൊണ്ട് ഇതൊന്നും സാധിക്കില്ല. നീ കുറച്ചുകൂടെ നല്ല ഒരു ശരീരമുള്ള ഒരുത്തിനെ തരുവാണെങ്കിൽ, സ്നേഹമുണ്ടാകുന്ന, നിർവ്യാജ സ്നേഹമുണ്ടാകാൻ പറ്റുന്ന ഒരു ശരീരം എനിക്ക് തരുവാണെങ്കിൽ ഞാൻ നിന്റെ കൽപ്പനകളെ അവനിൽ അനുസരിപ്പിച്ച് കാണിക്കാം. ഞാൻ ഇത് കേട്ടപ്പോൾ തകർന്ന് തരിപ്പണമായി പോയി. എന്നെ ഡിഫെൻഡ് ചെയ്യാൻ ആരുമില്ല, ഞാനുമില്ല, ദൈവത്തിന് മുമ്പിൽ ഇങ്ങനെ. അപ്പോൾ ദൈവത്തോട് എനിക്കൊരു കാര്യം, ഇതാണ് ദൈവത്തെ കണ്ടുമുട്ടുന്ന എല്ലാവർക്കും സംഭവിക്കുന്നത്. പഴയ നിയമമായാലും പുതിയ നിയമമായാലും അവർക്കുണ്ടാകുന്ന പരവേശം ഇതാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, അയ്യോ ഞാൻ മരിച്ചു, എൻ്റെ കണ്ണുകൾ ജീവനുള്ള ദൈവത്തെ കണ്ടുവല്ലോ, അയ്യോ അയ്യോ എന്നുള്ള വികാരം ദൈവത്തെ കാണുമ്പോൾ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ ദൈവത്തെ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവൻ്റെ മുമ്പിൽ തുറന്നു പോയിട്ടുണ്ട്, നമ്മൾ നിലവിളിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ കണ്ടുമുട്ടിയിട്ടില്ല. ഇല്ലെങ്കിൽ ഇന്ന് കണ്ടുമുട്ടണം, അല്ലെങ്കിൽ നിങ്ങൾ മരണശേഷം കണ്ടുമുട്ടേണ്ടി വരും. കർത്താവിനോട് ഞാൻ പറഞ്ഞ വാക്കിതാണ്, ഇത് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കർത്താവേ, ഐ ആം ഹോപ്പ്ലെസ് മാൻ, എനിക്ക് നന്നാവാനും പറ്റില്ല. ഞാൻ ഇത്രയും നാളും നന്നാകാൻ ശ്രമിച്ച ഇങ്ങനെ ആയത്. നിയമങ്ങൾ അനുസരിക്കാൻ ശ്രമിച്ച ഞാനൊരു വിദ്വേഷിയും ആളുകളെ വിധിക്കുന്നവനുമായി മാറിയത്. ഞാൻ മോശമാകാൻ ശ്രമിച്ചാലും നല്ലതാകാൻ ശ്രമിച്ചാലും മോശമാവുന്നേ ഉള്ളൂ. ഇതൊരു മണൽക്കൂനയ്ക്കകത്ത് അകപ്പെട്ടു പോയല്ലേ, പുതഞ്ഞു പോയതുപോലെ, അങ്ങോട്ടും കയറാൻ പറ്റില്ല ഇങ്ങോട്ടും കയറാൻ പറ്റില്ലാത്ത അവസ്ഥ. ഞാൻ കർത്താവിനോട് പറയുന്നത് ശരിക്കും ഇതാണ് ഹൃദയത്തിനാന്ന് പറയും, നിലവിളിക്കുന്നത്, കർത്താവേ എന്നെ വിട്ടു പോകണമേ, നീ എന്നെ നരകത്തിലെങ്കിലും വിട്ട് നീ എൻ്റെ മുമ്പിൽ നിന്ന് പോയി കിട്ടിയാൽ മതി. ഐ വിൽ ഗ്ലാഡ്ലി ഗോ ടു ഹെൽ. കാരണം വേറൊന്നും എനിക്ക് നിൻ്റെ മുമ്പിൽ നിൽക്കുന്നതിനേക്കാളും ഭേദം എന്നെ നരകത്തിലേക്ക് തന്നെ വിടുന്നതാണ്. പ്ലീസ് ഫിനിഷ് മൈ ജഡ്ജ്മെൻറ്റ് ആസ് എയർലി ആസ് പോസിബിൾ ആൻഡ് ഗിവ് മീ വാട്ട് ഐ ഡിസേർവ് ആൻഡ് മൂവ് ടു അനദർ മാൻ. എന്നെ വിട്ടേരെ. ഇതേ പറയാൻ പറ്റൂ. ഇതാണ് ദൈവത്തിന് മുമ്പിൽ ഏത് പാപിയും നിലവിളിക്കുന്ന നിലവിളി. കർത്താവെ, എന്നെ നിനക്ക് എങ്ങനെ അടുത്തുപോലും വരാൻ സാധിക്കും? സോ മിസറബിൾ എ സിന്നർ ദാറ്റ് ഐ ആം. അത് അന്നത്തെ എക്സ്പ്രഷൻ അല്ല, ദാറ്റ്സ് എ കണ്ടിന്യൂവസ് എക്സ്പ്രഷൻ വെനെവർ വി എക്സ്പീരിയൻസ് ക്രൈസ്റ്റ്. ഇന്നും ഈ പുൾപിറ്റിൽ നിൽക്കുമ്പം ഐ നോ മൈ റെച്ചഡ്നെസ്, ദാറ്റ് ഐ നോ ഐ എം നോട്ട് ലൈക്ക് ക്രൈസ്റ്റ്. ഐ നോ ഐ എം എ വീക്ക് ഫീബിൾ ഇമിറ്റേഷൻ. ഐ നോ ഐ കനോട്ട് ഫുൾഫിൽ വാട്ട് ഗോഡ് ഹാസ് ഗിവൺ മീ. ഇന്ന് എന്നോട് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യാനുള്ളൊരു ശരീരം എനിക്കില്ല. ആ നിങ്ങളോട് കാണിക്കേണ്ട സ്നേഹം ഉൽപ്പാദിപ്പിക്കാനുള്ള വികാരങ്ങൾ എനിക്കില്ലെന്ന് എനിക്കറിയാം. ഐ സ്റ്റാൻഡ് ഹിയർ ആസ് എ wretched man still because I am standing in the presence of the Lord. ദൈവത്തിൻ്റെ മുൻപിൽ we are always standing exposed. ഇതാണ് ബ്രോക്കൺനെസ് എന്ന് യഥാർത്ഥത്തിൽ പറയുന്നത്. നിങ്ങൾ എന്നോട് പറയുകയാണെന്നിരിക്കട്ടെ, ഞാനങ്ങനെ ആവണമെന്നൊന്നും അറിയില്ല കേട്ടോ, അത് പറഞ്ഞു നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. ബിക്കോസ് വി നീഡ് ടു ബി ടെസ്റ്റഡ്. ഇയാൾ എന്തായി പറഞ്ഞിട്ടിരിക്കും ഇത്ര നേരം, മനുഷ്യന് വെറുതെ. അപ്പം ഇയാൾ ശരിയാണോ, ഇയാൾ ഇങ്ങനെയാണോ ജീവിക്കുന്നത്? എനിക്കറിയാം നിങ്ങൾ ശരിയല്ല എന്നൊരാൾ എന്നോട് പറഞ്ഞാൽ ഞാൻ പറയും, നിനക്ക് അറിയത്തില്ല ശരിക്കും, ഞാൻ നീ വിചാരിക്കുന്നതിനേക്കാളൊക്കെ മോശമാണ്. പക്ഷെ ദൈവത്തിൻ്റെ കൃപയാണ് എന്നെ ഇങ്ങനെ, ബിക്കോസ് ഓൺലി ഐ നോ ഹൗ wretched I am. ഈ സെൽഫ് എക്സാമിനേഷൻ ബിഫോർ ഹോളി ഗോഡ്, that will last all through our life. അല്ലാതെ ദൈവത്തിന് മുമ്പിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ സ്വയം എന്തെങ്കിലും ചെയ്തെന്നുള്ള അടിസ്ഥാനത്തിൽ നിൽക്കാൻ സാധിക്കില്ല. നമ്മളങ്ങനെ നിൽക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് പെന്തക്കോസ്റ്റൽ ചർച്ചസ് വലിയൊരു പങ്കും സ്വയനീതിയിൽ ഉറച്ചു പോകുന്നത്. വി നീഡ് ടു ബി ബ്രോക്കൺ ഫ്രം ദെയർ, വി നീഡ് ടു ബി ബ്രോക്കൺ ബിഫോർ ദ ലോർഡ്. ഈ ഒരു മാനസാന്തരത്തിലേക്ക് നമ്മൾ വന്നെങ്കിൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഉണർവ് ഉണ്ടാവുകയുള്ളൂ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ക്രൈസ്റ്റ് എക്സ്പീരിയൻസ് നമ്മുടെ ചർച്ചിലുണ്ടാവുകയുള്ളൂ, നമ്മുടെ പിള്ളേർക്കുണ്ടാവുകയുള്ളൂ. ഇപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞ വാക്കിതാണ്, നിന്നെ ഞാൻ ശിക്ഷ വിധിക്കുന്നില്ല, നിന്നെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, കർത്താവ്, ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? എന്നെ നീതിമാനായ നീ എന്നെ എങ്ങനെയാണ് നരകത്തിൽ വിടാതിരിക്കുന്നത്?
ഇപ്പോൾ ന്യായവിസ്താരം നടന്നപ്പോൾ ഒരൊറ്റ കുറ്റത്തിന് പോലും സമാധാനം പറയാനില്ലാതെ ഞാൻ നിന്റെ മുമ്പിൽ നിസ്സഹായനായി നിന്നത് നീ കണ്ടതല്ലേ? നിന്റെ നീതി ഓർത്ത് നോക്കി എന്നെ നരകത്തിൽ വിട്ടേരെ. കർത്താവ് പറഞ്ഞു, നോ, നിനക്ക് ഒരൊറ്റ ചോദ്യത്തിന് മറുപടി ഇല്ലായിരുന്നല്ലോ. പക്ഷെ എൻ്റെ മകൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് പീലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുമ്പം അവൻ എല്ലാ ചോദ്യത്തിനും മറുപടി ഉണ്ടായിരുന്നു, പക്ഷെ അവൻ മിണ്ടാതിരുന്നു. പീലാത്തോസ് അവനോട് ചോദിച്ചു, ഒരു വാക്ക് പറ, ഒരു വാക്ക്, സേ വൺ വേർഡ്, ഡിനൈ ദീസ് അലഗേഷൻസ്. നിനക്കെതിരെ വന്നിരിക്കുന്ന ഇത് നിഷേധിക്കേ. കാരണം സാക്ഷിമൊഴികൾ ഒത്തിട്ടില്ല. ഒരാൾ പറയുന്നതല്ല വേറൊരാൾ പറയുന്നത്, അവർ തമ്മിലിടറിയിരിക്കുകയാണ്. അപ്പോൾ ഈ കുറ്റാരോപിതനായ ആൾ ഞാനിത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ പുള്ളി ശിക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് ജീസസ് ഡിഡ് നോട്ട് സ്പീക്ക് എ സിംഗിൾ വേർഡ് ടു ദ ഗ്രേറ്റ് അമേസ്മെന്റ് ഓഫ് ദ ഗവർണർ എന്ന്. അതായത് ഗവർണർ ഞെട്ടിപ്പോയത് യേശുവിന്റെ സൈലൻസ് കണ്ടിട്ടാണ്. നമ്മളാണ് അലറി വിളിച്ച ദേശം മുഴുവൻ വിളിപ്പിച്ചത്. ബട്ട് ജീസസ് വാസ് സോ സൈലന്റ്, ഹി ഡിഡ് നോട്ട് സ്പീക്ക് എ വേർഡ്. കർത്താവ് പറയുന്ന ഇതാണ്, അന്ന് അവൻ മിണ്ടാതിരുന്നപ്പോൾ ഉണ്ടല്ലോ, അവൻ എൻ്റെ പാപങ്ങളെക്കുറിച്ച് ഓർത്താണ് മിണ്ടായിരുന്നത്. ഞാനിങ്ങനെ നിസ്സഹായനായ ഒരു ദിവസം ദൈവത്തിൻ്റെ കോടതിയിൽ നിൽക്കുമെന്ന് അറിഞ്ഞിരുന്നുകൊണ്ടാണ്. അവൻ അന്നേരം ഓർത്തത് അവൻ്റെ പാപങ്ങളല്ല, അങ്ങനെ ഓർക്കാനൊന്നും ഇല്ലായിരുന്നു, അവനിൽ പോലും പാപമില്ലായിരുന്നു. അവൻ അന്ന് മിണ്ടാതെ നിശബ്ദനായതെല്ലാം ഏൽക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ ചേസ് എന്ന് പറഞ്ഞ ഒരുത്തൻ ചെയ്യുന്ന പാപങ്ങളുടെ വലിയ ലിസ്റ്റായിരുന്നു. അപ്പോൾ കർത്താവ് തീരുമാനിച്ചു, ഇവന് വേണ്ടി മിണ്ടാതിരുന്നേക്കാം, അല്ലെങ്കിൽ അവൻ ആ പാപത്തിന് വേണ്ടി നശിക്കേണ്ടതായിട്ട് വരും. ദാറ്റ് ഡേ ഹി കെപ്റ്റ് സൈലൻസ്. പിതാവിനോട് പറയാണ്, ആ ഒരൊറ്റ കാരണത്താൽ നിന്നെ വെറുതെ വിട്ടിരിക്കുന്നു. കാരണം നിന്റെ പണിഷ്മെന്റ് മുഴുവൻ അവൻ്റെ ചുമലിൽ അവൻ വഹിച്ചു, തീർന്നു, ഫിനിഷ്ഡ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഈ നന്ദിയാണ് നമുക്ക് തീരാത്തത്, എത്ര പറഞ്ഞാലും തീരാത്തത്. അല്ലാതെ ഇന്നലെ വരെ നടത്തിയതും മിനിയാന്ന് വണ്ടി ആക്സിഡന്റിൽ രക്ഷിച്ചതൊന്നുമല്ല. ഇത്രത്തോളം നടത്തിയാന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്ത ഇന്ന് പെന്തക്കോസ്റ്റിൽ വർഷിപ്പ് ചെയ്യുന്നതല്ല, ഒരു 5-6 വർഷം അല്ലെങ്കിൽ 50 വർഷം പുറകോട്ട് നോക്കിയിട്ടാണ്, 2000 വർഷം പുറകോട്ട് നോക്കിയിട്ട് വേണം നമ്മൾ വർഷിപ്പ് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ ഹ്രസ്വദൃഷ്ടിയുള്ളവരും അത്രയും പുറകോട്ട് കാഴ്ചയില്ലാത്തവരും നമ്മുടെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നുപോയവരുമായിട്ടിരിക്കും, അവർ കുരുടരായിരിക്കും. അപ്പോൾ ഞാൻ ഭയങ്കര ആ സന്തോഷമാണ് ഇന്നും എന്നെ ഇവിടെ നിർത്തുന്നത്. കാരണം മൈ സിൻസ് ആർ അക്കൗണ്ടഡ് വിത്ത് ക്രൈസ്റ്റ്. എൻ്റെ പേരിൽ അത് അക്കൗണ്ട് ചെയ്യപ്പെടുന്നില്ല. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷം. അപ്പോൾ ഞാൻ ഈ സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവ് പറയാണ്, ഒരു കാര്യം കൂടെ ഉണ്ട്. അതെന്താണ്? നിന്റെ നെറ്റിയിൽ ഞാൻ നീതിമാനെന്ന് എഴുതിയിരിക്കുന്നു. അപ്പം ഞാൻ പറയാം, ഒറ്റ നീതി പ്രവൃത്തി പോലും ചെയ്യാത്ത എന്നെ നീ നീതിമാനെന്ന് എങ്ങനെയാണ് വിളിക്കുന്നത്? അപ്പം കർത്താവ് പറയാം, ഇത് നിന്റെ നീതിയല്ല, 2000 വർഷങ്ങൾക്ക് മുമ്പ് നിനക്കൊരു പകരക്കാരൻ അനുഭവിച്ച് തീർത്ത നീതി വിശ്വാസത്താൽ നിന്റെ അക്കൗണ്ടിൽ വീണിരിക്കുകയാണ്. അതുകൊണ്ട് നീ നടക്കുമ്പോഴെല്ലാം ഓർത്തോണം, നീ വേറൊരു നീതിക്ക് അടിമയാണ്. നിനക്കതേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നീ ഏത് നീതിയുടെ അടിമയാണോ ആ നീതിമാനായിട്ടാണ് നിന്നെ സ്വർഗത്തിൽ കാണുന്നത്. ആ ലേബലിലാണ് ഞാൻ അറിയപ്പെടുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത് നീതീകരിക്കപ്പെട്ട ഒരുത്തനായിട്ടാണ്. ഇതിനാണ് ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. കോടതിയുടെ ഓർഡറാണ്, ദൈവത്തിൻ്റെ ഓർഡറാണ്. ചേസിനെ ഞാൻ നീതീകരിച്ചിരിക്കുന്നു ബൈ ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്, ബൈ ഹിസ് റൈച്ചസ്നസ്. ഈ നീതീകരണം ദൈവത്തിൻ്റെ കോടതിയിൽ നിന്ന് എത്ര പേർ പ്രാപിച്ചിട്ടുണ്ട്? ഇതിന്ന് പ്രാപിക്കുന്നില്ല എന്നുള്ളതാണ് ശരിക്കും പെന്തക്കോസ്റ്റൽ ചർച്ചകളിൽ വീണ്ടും ജനിച്ചവരില്ലാതെ പോകുന്നതിൻ്റെ കാരണം. രക്ഷയുടെ ഉറപ്പുള്ളവർ ഇല്ലാതെ പോകുന്നതിൻ്റെ കാരണം ഈ നീതീകരണം അവർ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് പോകുന്നില്ല. പാപബോധത്തിലേക്കല്ല നമ്മൾ വരുന്നത്. മറ്റുള്ളവർ ശരിയല്ല, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ചേർന്നു. ഞാൻ ശരിയല്ല എന്ന് വന്നിട്ടുണ്ടോ? അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ കരഞ്ഞിട്ടുണ്ടോ? അതിന്നും എന്നും എപ്പോഴും യേശുവിൻ്റെ നീതി അല്ലാതെ വേറൊരു നീതിയും നമുക്ക് അവകാശപ്പെടാൻ ഇല്ല. ഇതാണ് കർത്താവ് നമുക്ക് വേണ്ടി പകരം ചെയ്തു എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വലിയ സ്വാഭാവികമായി ഒത്തിരി സംശയങ്ങൾ തോന്നാം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതെങ്ങനെ നമുക്ക് കിട്ടിയത്? ഇതെങ്ങനെയാണ് നമ്മളെ രക്ഷിച്ചത്? ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ പതുക്കെ പുറകോട്ട് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. 8-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം പറയുന്നത് എന്താണ്? വായിക്കാം. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഒന്ന് നമുക്ക് ശ്രദ്ധിക്കാതെ എന്താണ് സാധനം? എന്താണ് മരണത്തിന്റെ പ്രമാണം? പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം. ഒരു ഉദാഹരണം പറയാം ഞാൻ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളൊരു സെർവൻറ്റിനെ അപ്പോയിന്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അയാൾ ബയോഡേറ്റ തന്നിട്ടുണ്ട്. ഇന്നത്തെ പിള്ളേരുടെ ബയോഡേറ്റ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഭയങ്കര കഴിവുള്ളവരായിട്ടാണ് തരുന്നത്, പക്ഷെ ഒന്നും അറിയാൻ മേലായിരിക്കും. അത് വേറെ കാര്യം. ഇയാളും അങ്ങനെയാണ്. ഇയാൾ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്? കാർ ഓടിക്കും, വീട് മെയിൻറ്റെയിൻ ചെയ്യും, അതുപോലെ എന്താ കുക്കിങ്ങിനൊക്കെ എക്സ്പെർട്ടാണ്, ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്.
നിയമിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത്. ആദ്യത്തെ ഒരു ദിവസം നല്ല സ്മാർട്ടാണ്, ബയോഡേറ്റൊക്കെ സൂപ്പറാണ്, നന്നായിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം രാവിലെ ഈ ഹൗസ് ഓണർ പറയാണ്, നീ ആ കാറൊന്ന് തിരിച്ചിട്ടേ. കാർ തിരിച്ചിട്ടു, പക്ഷേ ഇട്ടപ്പോഴേക്കും കാർ അവിടെ ഇവിടെ എല്ലാം ഇടിച്ച് ചളങ്ങിയ ഒരു കോലമായിരുന്നു. ഒരു കാര്യം മനസ്സിലായി, ഇവൻ്റെ കൂടെ യാത്ര ചെയ്യാൻ പറ്റത്തില്ല. സോ ഹി കനോട്ട് ബി അപ്പോയിൻറ്റഡ് ആസ് എ ഡ്രൈവർ. പോയിന്റ് നമ്പർ 1. ഇവനോട് മുറ്റം അടിക്കാൻ പറഞ്ഞിട്ട് ശരിയായില്ല, കുക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ശരിയായില്ല, ഒരു പണിയും. ഇതെല്ലാം ചെയ്യുമെന്നുണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, അവൻ എല്ലായിടത്തും അപകടം ഉണ്ടാക്കുക. ഇനി നിങ്ങളാണ് ആ യജമാനെങ്കിൽ എന്ത് ചെയ്യും? ഇനി എന്തേ അവൻ്റെ മുമ്പിലുള്ളൂ? ഡിസ്മിസൽ. ശരിക്കും ഇതാണ് മരണത്തിൻ്റെ പ്രമാണം. പ്രമാണം വന്നപ്പോഴാണ് മനസ്സിലായത് എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നുള്ള കാര്യം. അതുവരെ ഞാൻ മിടുക്കനായിരുന്നു. നിങ്ങൾ നോക്കി കുഞ്ഞു പിള്ളേർ എന്ത് മിടുക്കലാന്നില്ല, അവർക്കറിയാൻ മേലെ അവരൊന്നിനും കൊള്ളാത്തവരാന്ന്. പ്രമാണം വരുമ്പോൾ അവർക്ക് മനസ്സിലാവും, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. പ്രമാണം വന്ന കുഞ്ഞുങ്ങൾ ഇരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ഇരിക്കും, ടയർഡ്. എത്ര 2-3 മണിക്കൂർ പ്രമാണത്തിൻ്റെ കീഴിലാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടത്? നമ്മൾ ചില ചർച്ചകളിൽ ചെന്ന 3 മണിക്കൂർ 4 മണിക്കൂറും കുഞ്ഞുങ്ങൾ ഇങ്ങനെ വടി സ്റ്റഡിയിലേക്ക് വടി പോലെ ഒരു അക്ഷരം മനസ്സിലാകുന്നില്ല, പക്ഷെ അവരവിടെ ഇരുന്നോളൂ. അതാണ് പ്രമാണത്തിൻ്റെ കീഴിലിരിക്കുന്ന കുഞ്ഞ്. അവനറിയാം അവൻ ശരിയല്ല. പ്രമാണം ഇല്ലെങ്കിൽ അവൻ പല ബഹളങ്ങളുണ്ടാക്കും. അത് ശരിയല്ലെന്ന് അവന് തന്നെ അറിയാം. ഇപ്പോൾ പ്രമാണം വരുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും, നമ്മളെ കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഇല്ലെന്നും നമ്മൾ കള്ളന്മാരെന്നും. ശരിക്കും നമ്മളെ നരകത്തിൽ വിടണമെങ്കിൽ ഈ പ്രമാണം വേണം. പ്രമാണം വെച്ചിട്ടാണ് കർത്താവ് പറയുന്നത്, നീ ശരിയല്ലെന്ന് മനസ്സിലായല്ലോ, 613 കൽപ്പനകൾ എല്ലാം ലംഘിച്ചിട്ടുണ്ട്, പോയിക്കോ. ഇതല്ലാതെ പ്രമാണം ഒരു പ്രയോജനവും ചെയ്യുന്നില്ല. ഡ്രൈവ് ചെയ്യുക എന്ന പ്രമാണം അവനെ രക്ഷിക്കുമോ? ഇല്ല, അവനറിയാൻ മേല. 613 അല്ല 1500 കൽപ്പന കൊടുത്താലും ഇവൻ ഒരെണ്ണം പോലും അനുസരിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ പ്രമാണങ്ങൾ എങ്ങനെ അവനെ രക്ഷിക്കും? പ്രമാണം വന്നപ്പോൾ, അതാ പൗലോസ് പറയുന്നത്, അത് പ്രമാണത്തിന്റെ കുഴപ്പമല്ല. പ്രമാണം വളരെ നല്ലതാ, പക്ഷെ അത് അനുസരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഞാനുണ്ടല്ലോ, ഞാൻ ശരിയല്ല. ഞാൻ ജഡമയൻ, പാപത്തിന്റെ അടിമ. എൻ്റെ ശരീരത്തിൽ നിന്ന് നന്മയൊന്നും വരില്ല. എൻ്റെ അവയവങ്ങൾ പറയുന്ന പ്രമാണം, വികാരങ്ങൾ എല്ലാം ദൈവത്തിന് വിരോധമാണ്. സ്വാഭാവിക മനുഷ്യൻ ദൈവത്തിൻ്റെ ശത്രുവാണ്. ഈ സ്വാഭാവിക മനുഷ്യൻ എങ്ങനെയാണ് ഈ പ്രമാണം അനുസരിക്കുന്നത്? അതുകൊണ്ട് ദൈവം തരുന്ന ഏത് പ്രമാണവും നമുക്ക് മരണകരമാണ്. ദൈവം തരുന്ന ഏത് പ്രമാണവും നമുക്ക് മരണകരമാണ്. മനസ്സിലാവുന്നുണ്ടോ എന്തുകൊണ്ടാണ് മരണകരമാണെന്ന്? കാരണം ഇത് പൂർത്തീകരിക്കാൻ കഴിവില്ലാത്തൊരു ശരീരമാണ് നമുക്ക് ഉള്ളത്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? കർത്താവ് എന്താ ചെയ്യുന്നത്? ഈ പുതിയ നിയമത്തിലേക്ക് വന്ന് നോക്കിയേ. പുതിയ നിയമത്തിന്റെ പ്രമാണം പിന്നെയും ടഫാണ്. അവിടെ കർത്താവ് ആകെ ഒരു കൽപ്പനയെ പറയുന്നുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. 15-ാം അധ്യായത്തിൽ പറയുന്നത്, ഞാൻ മുന്തിരിവള്ളി, എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു, അല്ലേ? അവിടെ കർത്താവിൽ വസിച്ചാൽ മാത്രമേ ഫലം കായ്ക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് താഴോട്ട് പറയും, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞിട്ട് 12-ാം വാക്യത്തിൽ പറയാണ്. അതിൻ്റെ കാരണം എന്തുകൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്നറിയോ? ഒറ്റ കൽപ്പനയുള്ളൂ. നേരത്തെ 2 ഉണ്ടായിരുന്നു, ഇപ്പോൾ ആകെ ഒരു കൽപ്പനയുള്ളൂ. ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം എന്നുള്ളതാകുന്നു എൻ്റെ കൽപ്പന. അപ്പോൾ നമ്മൾ പുതിയ നിയമത്തിൽ എന്ത് ചെയ്താൽ ഒറ്റ ചോദ്യമുള്ളൂ, യേശു എന്നെ സ്നേഹിച്ച പോലെ ഞാൻ അയാളെ സ്നേഹിച്ചോ? ഇല്ലേ? 0. എങ്ങനെയുണ്ട്? എത്ര പേരനുസരിച്ചിട്ടുണ്ട്? ഒറ്റ കൽപ്പനയുള്ളൂ. എന്നിട്ട് പറയാണ്, എന്താണ് ഈ ഒരു കൽപ്പന? 13-ാം വാക്യത്തിൽ പറയാണ്, തൻ്റെ സ്നേഹിതന് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനേക്കാളും അധിക സ്നേഹം ആർക്കുമില്ല. അബ്സല്യൂട്ട് ലവ്. അതിനപ്പുറത്തൊരു സ്നേഹമില്ല, അതിനപ്പുറത്തൊരു മതമില്ല. ഇതാണ് ഞാൻ നിങ്ങളിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്ന കാര്യം. എത്ര പേരെ ഡിമാൻഡ് അനുസരിച്ചിട്ടുണ്ട്? അടുത്തിരിക്കുന്ന ആളെ നോക്കി. മരിക്കാനുള്ള സ്നേഹമുണ്ടോ? ഉണ്ടോ? 1000 രൂപ കൊടുക്കാനുള്ള സ്നേഹമുണ്ടോ? 1000 റിയാൽ കൊടുക്കാനുള്ള സ്നേഹമുണ്ടോ? അതുപോലും കാണാൻ പാടാ. ഇത്രയും ഭയങ്കര കൽപ്പന പറയാം, ഞാനില്ല നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ പരിസ്ഥിതിയിലിരിക്കുമ്പോഴാണ് കർത്താവ് നമ്മളെ വിടുവിക്കുന്നത്. അതെങ്ങനെയാണെന്ന് വളരെ മനോഹരമായിട്ട് റോമാലേഖനം 7-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്. 4-ാം വാക്യം ഒന്ന് വായിക്കാം. 3-4 ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് വരും. ഭർത്താവ് മരിച്ചുവെങ്കിലോ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് വരാതെ വണ്ണം ന്യായപ്രമാണത്തിന് സ്വതന്ത്രയാവുന്നു. അടുത്ത വാക്യം. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ വേറൊരുവനാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെ നോക്കിക്കേ, ന്യായപ്രമാണം എന്ന മരണത്തിന്റെ പ്രമാണം, പാപത്തിന്റെ പ്രമാണത്തിൽ നിന്ന് നമ്മൾ മരിച്ചിരിക്കുന്നു. ഇതൊരു കല്യാണവുമായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കൊച്ചു കുഞ്ഞുങ്ങൾ, ഒരു 45 ദിവസമാവുന്ന ഒരു കൊച്ച് അമ്മയെ നോക്കിയൊരു ചിരി ചിരിക്കും, അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? ആ ചിരി, ഫസ്റ്റ് ലാഫ്, ഫസ്റ്റ് സ്മൈൽ, അത് അമ്മയെ നോക്കി ചിരിക്കുന്നൊരു ചിരിയുണ്ട്. മറ്റു ചിരികളല്ല, ആ ഒരു ചിരിയാണ് ലോകത്തിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചിരി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്.
പക്ഷെ 45 വയസ്സായ ഞാൻ ചിരിക്കുമ്പോൾ ഭംഗി ഉണ്ടാക്കാൻ എന്നെ കൊണ്ടറിയില്ല. അതിൻ്റെ കാരണം ഏതോ ഒരു സമയത്ത് ആ ഒരു ബ്യൂട്ടി വാനിഷ്ഡ് ഫ്രം മൈ സ്മൈൽ. അതിൻ്റെ കാരണമുണ്ട്. ഒരു 1.5 വയസ്സ് വരെ ഈ കൊച്ചു ഭയങ്കര ഫ്രീയാണ്. 1.5-2 വയസ്സാകുമ്പോഴേക്കും പതുക്കെ അവൻ്റെ മേൽ നിയമങ്ങൾ തുടങ്ങും. അതുവരെ അവൻ എവിടെ വേണമെങ്കിലും വിസർജനത്തിന് പോകാം, എവിടെ വേണമെങ്കിലും ആഹാരം കഴിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ വിസർജനത്തിലാണ് ആദ്യം തുടങ്ങുന്നത്. പ്ലേസ്, ടൈം, മോഡ്, മെത്തഡ്. ഇത് ഡിസിപ്ലിൻ അങ്ങോട്ട് എൻഫോഴ്സ് ചെയ്യുമ്പോഴേക്കും അവനൊരു കാര്യം മനസ്സിലാവും, ഐ ആം അണ്ടർ ലോ. അന്ന് തൊട്ട് ഈ ചിരി മാറിക്കൊണ്ടിരിക്കും. അന്ന് മുതൽ അവൻ ന്യായപ്രമാണത്തിൻ്റെ അടിമയാണ്. അവൻ പ്രമാണമില്ലെങ്കിൽ അവനെ പോലെ തല്ലിപ്പൊളി ലോകത്തുണ്ടാകത്തില്ല. പ്രമാണമില്ലാത്തൊരു കൊച്ചിനെ ആലോചിച്ച് നോക്കി, നമ്മൾ അവനെക്കുറിച്ച് ഒരു സംസ്കാരമില്ലാത്തവൻ. കാരണം എന്താ? ചെറുപ്പത്തിലെ നോട്ട് അണ്ടർ ട്രെയിനിങ്. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ നമ്മളെല്ലാം നിർബന്ധിതമായി കുഞ്ഞുങ്ങളെ കല്യാണം കഴിപ്പിച്ചിരിക്കും വിത്ത് ന്യായപ്രമാണം. ആൻഡ് ദാറ്റ് ഹസ്ബൻഡ് വിൽ ബി ദെയർ അണ്ടിൽ വി ഡൈ. കാരണം മരണത്താലല്ലാതെ ഒരു കല്യാണവും നീങ്ങിപ്പോയില്ല. നമ്മൾ പല ഡൈവോഴ്സിനാലും കല്യാണത്തെ നീക്കുന്നുണ്ട്, പക്ഷെ നീങ്ങൂല. നീങ്ങാത്തതിൻ്റെ കാരണം മരണം നമ്മെ വേർപിരിക്കുന്നവരെ എന്നൊരു ഉടമ്പടിയും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. അതിങ്ങനെ സ്വർഗത്തിൽ കിടക്കുക. അത് കിടന്ന് കുറേ കഴിയുമ്പം ഡൈവോഴ്സിനാൽ നമ്മൾ വേർപിരിച്ചെന്ന് പറഞ്ഞ് വേറെ കല്യാണം കഴിച്ചു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ രണ്ടാമത് കല്യാണം കഴിക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ വ്യഭിചാരമായിരിക്കും. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രസംഗിച്ച് ഞാനിങ്ങനെ പറഞ്ഞു, ദൈവം ഇങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇവർക്ക് ജീവിതകാലം മുഴുവൻ വ്യഭിചാരം ചെയ്ത് ജീവിക്കാനുള്ള ലൈസൻസ് തരുന്നെന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ്. കാരണം ഒറിജിനൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പ്രശ്നം. സ്വർഗത്തിൽ ആ ബന്ധം അങ്ങനെ കിടക്കുക. മരണം വരുമ്പം വേർപെടും. ഈ മരണം വരുമ്പോൾ വേർപെടും എന്ന് പറയുന്നിടത്ത് ഈ ഭർത്താവ് ആലോചിക്കുക, എങ്ങനെ അത് പാപത്തിൻ്റെ മരണത്തിൻ്റെ പ്രമാണമാണെന്ന് 613 കാര്യങ്ങൾ ഒരു ദിവസം ചെയ്തു തീർക്കണമെന്ന് വിചാരിച്ചു. രാവിലെ ഈ ഭാര്യ എഴുന്നേറ്റു, 613 കാര്യങ്ങൾ ചെയ്തു, തളർന്നു, അവശയായി, മടുത്തു. 5 മണി തൊട്ട് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ ഭാര്യമാരുടെ പണി പോലെ മുരഞ്ഞ പണി. ഓക്കെ, നിങ്ങളുടെ ആ കഠിനാധ്വാനത്തെ അക്നോളജ് ചെയ്തുകൊണ്ട് ക്ലീനിങ്, കുക്കിംഗ്, ക്ലീനിങ്, കുക്കിംഗ്, ക്ലീനിങ്, കുക്കിംഗ്, രാവിലെ തൊട്ട് പോയിട്ട് വരെ ഒരു ചേഞ്ച് ഇല്ല. വല്ലപ്പോഴും ഒരു ഗസ്റ്റ് വരുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അത് തന്നെ പ്രൊസീജിയർ അല്ലേ? ഒരു പരീക്ഷണത്തിന് പോലും സ്കോപ്പില്ല. ഇങ്ങനെ ഒരു മൊണോട്ടണസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അധ്വാനിച്ച് മടുത്തു, രാത്രിയാകുമ്പം ഒന്ന് വിശ്രമിച്ചേക്കാം എന്നും പറഞ്ഞ് ചെല്ലുമ്പോൾ ഭർത്താവ് എന്ത് പറയുന്നറിയോ? ന്യായപ്രമാണം എന്ന നിയമം ചെയ്തൊന്നും ശരിയായിട്ടില്ല കേട്ടോ, ഇങ്ങനെ പോയാൽ നിന്നെ കൊല്ലേണ്ടി വരും. ഇത് കേട്ടോണ്ടോ ഉറങ്ങുന്നത്? നാളെ കുറച്ചുകൂടെ നന്നായിക്കണം കേട്ടോ, അല്ല നിന്റെ കാര്യം പോക്ക. ഇങ്ങനെയല്ലേ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആ പഴയ പ്രമാണത്തിൽ ജീവിക്കുന്നവർക്ക് ആ ഭയമുണ്ട്. കർത്താവ് ഒന്ന് പോവോ, ശരിയായോ ഇല്ലേ? നിങ്ങൾ പല ആൾക്കാരും അങ്ങനെയല്ലേ? പോവില്ലായിരിക്കും. കുറച്ചുകൂടെ നന്നാകേണ്ടതായിരുന്നു, മാർക്ക് പോരാ, ഒന്നുകൂടെ അധ്വാനിച്ചായിരുന്നെങ്കിൽ. ഞാൻ ആലോചിക്കാറുണ്ട്, എങ്ങനെയാ ഉറപ്പില്ലാതെ രാത്രി കിടന്നുറങ്ങുന്നത്? ഹൗ ക്യാൻ യു സ്ലീപ്പ് പ്രോപ്പർലി? ചിലർ പ്രാർത്ഥിക്കുന്ന കർത്താവ് വേഗം വരണേന്ന്. വന്നാൽ പോകുമെന്ന് ചോദിച്ചില്ല. ഈ വന്നാൽ പോകില്ല എന്ന് ഉറപ്പുള്ളവർ എങ്ങനെയാ കർത്താവ് വേഗം വരണമെന്ന് പ്രാർത്ഥിക്കുന്നത്? എനിക്ക് ഇന്നേ വരെ മനസ്സിലായിട്ടില്ല. ഇവർ പ്രാർത്ഥിച്ചിട്ട് കർത്താവ് വന്ന ഇവരുടെ അവസ്ഥ എന്താ? ഓക്കെ, അപ്പൊ എല്ലാ ദിവസവും വൈകിട്ട് ഇതാ കേൾക്കുന്നത്, മരിക്കും മരിക്കും, അയ്യോ നരകത്തിൽ പോകും, ഒന്നും ശരിയായിട്ടില്ല, ഒരു നിയമം. ഇതാണ് പഴയ നിയമത്തിൽ സംഭവിച്ചത്. അവിടെ സ്വർഗത്തെക്കുറിച്ചോ നരകത്തെക്കുറിച്ചോ ഒരു പ്രോമിസ് പോലും പറഞ്ഞിട്ടില്ല. ദീർഘായുസ്, ദീർഘായുസ്, അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത്രേ പറ്റൂ. അങ്ങനെ ഇരിക്കെ കർത്താവ് നമ്മളെ പുതിയൊരു, അപ്പൊ എങ്ങനെ കല്യാണത്തിന് രക്ഷപ്പെടാം? ഭർത്താവ് എന്തായാലും മരിക്കില്ല. കാരണം ന്യായപ്രമാണത്തിന്റെ വള്ളിയും പുള്ളി ഒരിക്കലും അഴിയില്ല. ഇത് അഴിഞ്ഞു പോയി എന്ന് പറയുന്നവരാണ് നമ്മൾ കൃപക്കാരെന്ന് വിളിക്കുന്നത്. പക്ഷെ ന്യായപ്രമാണം ഒരിക്കലും ചാവില്ല. പിന്നെ ചാകുന്ന ആരാണ്? നമ്മളാണ്. യേശു മരിച്ചപ്പോൾ അത് നമ്മൾ ഇൻ ക്രൈസ്റ്റ്, 1-ാം വാക്യം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അവന്റെ ശരീരം ക്രൂശിൽ മരിച്ചപ്പോൾ ഞാൻ മരിച്ചു. അപ്പം പാപസംബന്ധമായി ഞാൻ മരിച്ചപ്പോൾ ന്യായപ്രമാണ സംബന്ധമായിട്ടും മരിച്ചു. ഇപ്പൊ പുതിയ ഭർത്താവാണ്. പുതിയ ഭർത്താവിന്റെ ഇപ്പൊ ആരാ ഭർത്താവ്? ആരുടെ നീതിയാണ് നെറ്റിയിൽ എഴുതിക്കൊണ്ട് നടക്കുന്നത്? ന്യായപ്രമാണത്തിന്റെ ആണോ യേശുവിൻ്റെയാ? അപ്പം നമ്മുടെ ഭർത്താവ് ആരാ? യേശു. ഈ യേശു ഭർത്താവായി കഴിഞ്ഞാൽ നമ്മുടെ പണി എളുപ്പമായോ വഷളായോ? ഏതാ എളുപ്പം? പഴയ നിയമമാണോ പുതിയ നിയമമാണോ എളുപ്പം? ഈ പഴയ നിയമമാണ് എളുപ്പം. പുതിയ നിയമം പ്രസംഗിക്കാൻ ഭയങ്കര പാടാണ്. ഈ ഗിരിപ്രഭാഷണത്തെക്കുറിച്ചൊക്കെ ഉണ്ടല്ലോ, 100 മണിക്കൂർ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിലൊരു കൽപ്പന അനുസരിക്കുന്ന ഒരാളെയും കണ്ടിട്ടില്ല. അതിൽ ഒരു കൽപ്പന അനുസരിക്കുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. എന്നോടൊരു 15 വർഷം ഒരാൾ ചോദിച്ചാൽ ചേസ് കൽപ്പന അനുസരിച്ച്, ഞാൻ പറഞ്ഞു ഞാൻ ഓർത്ത് സ്നാനത്തെക്കുറിച്ച് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു അത്. പുള്ളി പറഞ്ഞ സ്നാനമല്ല,
യേശു കർത്താവ് പറഞ്ഞ ഏതെങ്കിലും ഒരു കൽപ്പന അനുസരിച്ചിട്ടുണ്ടോ? ഉടനെ ഞാൻ മത്തായിയുടെ 5 നോക്കി. കർത്താവേ, നിന്റെ വലത് കണ്ണ് നിനക്ക് ഇടച്ചു വരുന്നെങ്കിൽ ചൂടുന്നെടുത്ത് എറിഞ്ഞു കളയുക, നിന്റെ വലത് നിനക്ക് ഇടച്ചു വരുന്നുണ്ട് ചൂടുന്നെടുത്ത്. നിന്റെ വീട്ടിലൊരു കല്യാണം, അത്താഴം മുത്താഴം നടക്കുമ്പം നിനക്ക് തിരിച്ചൊരു ചായ പോലും മേടിച്ചു തരാൻ പറ്റാത്ത, നന്ദി പോലും പറയാൻ പറ്റാത്ത വഴിയിരിക്കുന്നതിനെ വിളിച്ച് കൊടുക്കുക. നിന്റെ ഒരു ഉടുപ്പെടുക്കുന്നവനോട്, മോനെ ഉടുപ്പും കൊണ്ടുപോയി, തണുപ്പല്ലേ, ജനുവരി മാസം അല്ല ഡിസംബർ മാസമല്ലേ, ദോഹയല്ലേ, പുതപ്പും കൂടി ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് പുതപ്പും കൂടെ കൊടുക്കുക. അതും പോരെങ്കിൽ ഒരു കോട്ടും കൂടെ കൊടുത്തവനെ വിടുക. നടന്ന കാര്യമല്ലേ? ഇതൊക്കെ അനുസരിച്ചാ, എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ കർത്താവ് പറയും ഇതെല്ലാം അനുസരിച്ചാ സ്വർഗ്ഗത്തിൽ പോന്നു. 7-ാം അധ്യായത്തിൽ അങ്ങനെ പറഞ്ഞേ. 7-ാം അധ്യായത്തിൽ പറയുന്നത് ഇത് അനുസരിക്കുന്നവനല്ലാത്തവനെല്ലാം പോക്കാന്ന്. എന്നെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്ന ഏവനും അല്ല. അത് അങ്ങനെയാണ് ഗിരിപ്രഭാഷണം കൺക്ലൂഡ് ചെയ്യുന്നത്. 3 കഥകൾ വെച്ചാൽ കൺക്ലൂഡ് ചെയ്യുന്നത്. അത് 3 ഇത് അനുസരിച്ചേ പറ്റൂ എന്നുള്ള നിർബന്ധം നമ്മുടെ മുകളിൽ വെച്ചിരിക്കുന്നത്. അപ്പൊ പുതിയ നിയമം എങ്ങനെയുണ്ട്? ഞാൻ ഇവിടെ ഒന്ന് പുതിയ നിയമം പ്രസംഗിച്ചാൽ നിങ്ങൾ എന്നെ ഇത് പൂർത്തീകരിക്കാൻ അനുവദിക്കില്ല. ചോദ്യം ചെയ്യാൻ തുടങ്ങും, പാസ്റ്റിന് എത്ര ഷർട്ടുണ്ട്? അതുകൊണ്ട് വയ്യാവേലി ഒഴിവാക്കാൻ ഞാൻ ദാനിയേല്, ദാവീദ്, മോശ. ചോദ്യമില്ല, ഉത്തരവില്ല. ദാനിയേൽ സിംഹക്കുഴിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. എന്നെ ഏതായാലും ആരും സിംഹക്കുഴി ഇടുന്നില്ല. അപ്പോൾ ഇറ്റ്സ് നോട്ട് ടെസ്റ്റഡ് ഇൻ മൈ ലൈഫ്, ടെസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. അപ്പം ഭർത്താവ് പുതിയതായെങ്കിലും ഞാനിപ്പോഴും പഴയ ഭർത്താവിൻ്റെ വക്താവാണ്. കാരണം അതേ നടപ്പുള്ളൂ എന്ന് നമുക്ക് അറിയാം. അതുകൊണ്ടാണ് ഈ സ്വർഗത്തെക്കുറിച്ചൊന്നും വലിയ ഗ്യാരണ്ടി ഒന്നും നമുക്കില്ലാത്തത്. കാരണം പഴയ നീതിയോട് അത്രേ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ ഒരു വലിയ വ്യത്യാസമുണ്ട്. എന്താണെന്നറിയാം? ഞാൻ രാവിലെ മുതൽ എഴുന്നേറ്റ് കർത്താവിന് വേണ്ടി അധ്വാനിച്ച് അത് ചെയ്തു, ഒരു ഉടുപ്പുള്ളെടുത്ത് കൊടുത്തു, ഒരു പുതപ്പെടുത്ത് കൊടുത്തു. അവസാനം കിടക്കാൻ പോകുമ്പോൾ എനിക്ക് തന്നെ അറിയാം ഒന്നും ശരിയായിട്ടില്ല. ഒരു വക നേരത്തെ എനിക്ക് അറിയത്തില്ല. നേരത്തെ ഇത്ര മതിയായിരിക്കുമെന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ പുതിയ നിയമം അനുസരിച്ച് നമുക്കെല്ലാം മഹാപാപികളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ? എത്ര പേർക്ക് അറിയില്ല? എത്ര പേരുണ്ട് പാപികളല്ലാത്തവരിവിടെ? ഓ, ആശ്വാസമായി, ആരും ഇല്ലെന്ന് തോന്നുന്നു. അപ്പൊ സുവിശേഷം പാപികളല്ലാത്തവർക്ക് മനസ്സിലാവില്ല, പാപികൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. റോമാലേഖനം ഞാൻ ഒത്തിരി പഠിച്ചു നോക്കിയിട്ട് എനിക്ക് മനസ്സിലായില്ല. പാപിയാന്ന് ആദ്യം വെളിപ്പാടുണ്ടായപ്പോഴാ ഓ, പാപിക്ക് കൊടുക്കുന്ന മരുന്നാ ഇത്, അവന് മാത്രമേ ഇത് പണിയുള്ളൂ. ഓക്കെ. പക്ഷെ വൈകിട്ട് കിടക്കാൻ നേരത്ത് ഈ പുതിയ ഭർത്താവ് എന്താ ചോദിക്കുന്നറിയോ? എന്തെങ്കിലും ശരിയായോ? ഒന്നും ശരിയായില്ല. വിഷമിക്കേണ്ട, നീ ചെയ്യേണ്ടതെല്ലാം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. നീ ചെയ്യേണ്ടതെല്ലാം ഞാൻ, ഉദാഹരണത്തിന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ എന്തായിരുന്നോ നിങ്ങളോട് പറയേണ്ടത് അതെല്ലാം എൻ്റെ ഈ ദുർബലമായ ശരീരത്തിലൂടെ ദൈവം നിർവഹിച്ചിട്ടുണ്ട്. ദൈവത്തിനിടയിലൂടെ എപ്പോഴൊക്കെയോ നിങ്ങളോട് സംസാരിച്ച് അവൻ്റെ കാര്യം സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവൻ്റെ വചനത്തിലൂടെ എന്ത് അകപ്പയാണോ ലഭിക്കേണ്ടത് അത് എൻ്റെ ശരീരത്തിലൂടെ വരില്ലാത്തതുകൊണ്ട് എന്നിലൂടെ വെളിപ്പെടുന്ന ക്രിസ്തുവിലൂടെ നിങ്ങൾക്കത് ലഭിക്കുന്നുണ്ട്. What I am imperfect and what I am unable to do, Christ is fulfilling through my faith. ഞാൻ ഇവിടെ ഇരുന്ന കർത്താവേ നീ എന്ന് ഞാൻ എൻ്റെ ഉള്ളിൽ ഞരക്കത്തോടെ നിൽക്കുന്നതെങ്കിൽ ആ കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പൊ അവസാനം ചെല്ലുമ്പോൾ കർത്താവ് പറയും നീ ചെയ്തതൊന്നും ശരിയായില്ലല്ലോ, ഞാനെല്ലാം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നീ മരിക്കില്ല, ജീവിക്കും. പക്ഷെ പിറ്റേ ദിവസം എഴുന്നേറ്റ് ഞാൻ ഈ പണിക്ക് തന്നെ ഇറങ്ങും. എൻ്റെ കാര്യം എന്ന് പറയുമോ? ഐ ആം എ സ്ലേവ്. ഈ ഉപദേശം എന്നെ എന്താക്കി മാറ്റിയിരിക്കുന്നു? യേശു ജീവിച്ച പോലെ അല്ലാതെ വേറൊരു ജീവിതത്തിനും കഴിയാത്തവനാക്കി എന്നെ മാറ്റിയിരിക്കുന്നു. ബാക്കി എല്ലാറ്റിനോടും എന്നെ മരിപ്പിച്ചിരിക്കുന്നു. ഈ ഒരു സ്ലേവറിയിലേക്ക് നമുക്ക് പോകണേ. ആദ്യം നീതീകരണം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാപിക്കണം. പഴയ നിയമത്തിലല്ല, പുതിയ നിയമത്തിൽ. അവൻ്റെ നീതിയുടെ അടിമത്തത്തിലേക്ക് നമ്മൾ വിശ്വാസത്താൽ പ്രവേശിക്കണം. അങ്ങനെ പ്രവേശിക്കുമ്പോഴാണ് നമ്മൾ ആ നീതിയുടെ ആ സ്ലേവറി നമ്മൾ എൻജോയ് ചെയ്യുന്നത്, ആസ്വദിക്കുന്നത്. ഞാൻ സാധാരണ പറയാറുള്ള എൻ്റെ ജീവിതത്തിൽ നടന്നൊരു എക്സാമ്പിളാണ്. ഞാനിങ്ങനെ വാകത്താനം ഞാലിയാകുഴി എന്ന് തോന്നുന്നു, അവിടെ ഒരു ജംഗ്ഷനുണ്ട്. അവിടെ ഞാൻ കാറുമായിട്ട് പോയി നിൽക്കുകയാണ്. അപ്പോൾ പുറകിലൊരു ബൈക്ക് വന്നിട്ട് ഒറ്റ ഇടിച്ച് കാറിന്. അപ്പം കാറിൻ്റെ വാഗണറാണ്. അപ്പോൾ എൻ്റെ 2 സൈഡിലെ ബമ്പർ ഡം മുള്ളുണ്ട്. അപ്പം എനിക്ക് കാണാതെ എൻ്റെ ഒക്കെ നോക്കുമ്പോൾ അവന് സൂപ്പർ ബൈക്കാണ്. നമുക്ക് സൂപ്പർ ബൈക്ക് എന്ന് പറഞ്ഞാൽ അറിയാമല്ലേ, പുറകെ ഇരിക്കുമ്പം ബ്രേക്ക് ഔട്ട് ചെയ്യാൻ മുമ്പിൽ കൂടെ പറന്നു പോയി ഓടി വീഴണം. അതാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ. അത് കഴിഞ്ഞ് ഇവൻ നേരെ വന്ന് എൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തി. ഞാൻ വിൻഡോ താഴ്ത്തിയിട്ട് അവനോട് ചോദിച്ചു എന്ത് പറ്റി ചോദിച്ചു. ഇപ്പം പറഞ്ഞു ബ്രേക്ക് കിട്ടിയില്ലെന്ന്. ഞാൻ പറഞ്ഞു 2 ലക്ഷം രൂപയുടെ ബൈക്ക് മേടിച്ചിട്ട് ബ്രേക്ക് കിട്ടിയില്ലെന്ന്. പെട്ടെന്ന് ഈ വേർഡ് സെൻസ് ഓഫ് ഹ്യൂമർ എന്ന് പറയും, അതായത് ഈ ആവശ്യമില്ലാത്തടത്തുള്ള തമാശ പ്രയോഗം.
അപ്പോൾ കർത്താവിൻ്റെ ശബ്ദം എൻ്റെ ഉള്ളിലേക്ക് വരുവാണ്, നീ ആരുടെ രാജ്യമാണ് പണിയുന്നത്? അപ്പോഴാണ് മനസ്സിലായത് ഞാൻ എന്നിട്ട് കൊട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ള കാര്യം. അപ്പം ഞാൻ കർത്താവിന് പറഞ്ഞു, എൻ്റെ കർത്താവ്, ഞാൻ അതിനോടെല്ലാം മരിച്ചതാണ്, നീ ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അവനെ കൈവീശി കാണിച്ചു, പോയിക്കോളാൻ പറഞ്ഞു. മിററിൽ കൂടെ നോക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്, പക്ഷെ സ്റ്റിൽ ദാറ്റ് മാൻ ഡൈഡ്. അത് വിശ്വാസമാണ്, സാരമില്ല, ഇത് നന്നാക്കാനും ദൈവം ഉത്തരവാദിയാണ്, അവനെ അനുഗ്രഹിച്ച് വിട്ടേക്കാം. കൈ വീശി കൊടുത്ത് പോയി. പിന്നെ എന്നോട് കർത്താവ് പറഞ്ഞു, നിനക്ക് ഇതല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം യു ആർ എ സ്ലേവ്. സ്ലേവറിയിൽ നമ്മുടെ എല്ലാ വഴികളും അടഞ്ഞു. ഒരാൾ കർണത്തടിച്ചാൽ നമുക്ക് ഓടി രക്ഷപ്പെടുക എന്നുള്ള വഴി പോലും അടഞ്ഞുപോയി. ഓൺലി വി ക്യാൻ ലവ് ഹിം, എവറിത്തിങ് എൽസ് ഈസ് ക്ലോസ്ഡ്. ഇതാണ് ഈ പുതിയ ഭർത്താവിൻ്റെ പ്രത്യേകത. ഇതാണ് ഈ സ്ലേവറി എന്ന് പറയുന്നത്. തേർഡ് ലെവൽ ഓഫ് സെൻസിങ് സിൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ശരീരത്തിൻ്റെ ബലഹീനതകൾ മനസ്സിലാക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഒരു പകരക്കാരനെ അന്വേഷിക്കുന്നു. ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. നമുക്കറിയാം, ജൂലൈയിൽ ഭയങ്കര ഫ്ലഡായിരുന്നു കേരളത്തിൽ നിന്ന്. അപ്പം ഞാനൊരു ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി പോവുകയാണ്. ജൂലൈ അല്ലല്ലോ, ഓഗസ്റ്റിൽ ഇടുക്കിയിലാണ്. റോഡെല്ലാം പോയി കിടക്കുക. ഇപ്പം കഷ്ടിച്ചാണ് വണ്ടി പോകുന്നത്. ഇപ്പം ഞാൻ ഈ കാറുമായിട്ടൊരു കയറ്റം കയറുന്നു, ഭയങ്കര കയറ്റമാണ്. കയറി തുടങ്ങലും എതിരെ ഒരു ബസ് വന്നു, ലോറി വന്നു. ലോറിക്ക് വേണമെങ്കിൽ കുഴികൾ ഇറങ്ങിപ്പോ, പക്ഷെ കാർ ആ കുഴിയിൽ ഇറങ്ങില്ല. ഞാൻ സ്റ്റക്കായി. അപ്പം ഞാൻ വിചാരിച്ചൊരു 10-20 മീറ്റർ പുറകോട്ട് എടുത്തു കഴിഞ്ഞാൽ വേറൊരു വഴിയുണ്ട്, അതിലേ പോയാൽ റിവേഴ്സ് എടുക്കാൻ ഗിയർ ഇടലും പുറകെ ഒരു KSRTC കൊണ്ടുവന്നു. തൊട്ടില്ല, ട്രാപ്ഡ്. അപ്പം ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, എന്നെ കൊണ്ട് ഇത് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു, ഐ ആം ഹെൽപ്ലെസ്. ഈ വണ്ടി എങ്ങനെ മുമ്പോട്ടെടുക്കും? അപ്പം ഞാൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, ട്രാപ്ഡ്, ഹെൽപ്ലെസ്. ഈ വണ്ടി എടുത്തുകൊണ്ട് വരണ്ടായിരുന്നു. അവിടെ വേറൊരു സാറുണ്ടായിരുന്നു ആ വഴിക്ക് പോകുന്നത്. അയാളുടെ വണ്ടിയെ പോയാൽ മതിയായിരുന്നു, അയാൾ ഓടിച്ചുകൊണ്ടനെ. മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ ആര് ചുമന്നേനെ ഈ ഭാരം? സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പം നമ്മളെപ്പം നിസ്സഹായരാകുന്നു അപ്പം മാത്രം നമുക്കൊരു പകരക്കാരനെ അന്വേഷിക്കാൻ പറ്റത്തുള്ളൂ. അദ്ദേഹം അതിലെ ഓടിച്ച് നല്ല പരിചയമുള്ള ആളാണ്. ഞാൻ ആ വഴി വളരെ അപൂർവമായിട്ട് യാത്ര ചെയ്യുന്നതാണ്. അപ്പം ഞാൻ ദൈവമേ, ആ മനുഷ്യൻ വന്നിരുന്നെങ്കിൽ അയാളെ കൊണ്ട് ഓടിപ്പിക്കായിരുന്നു. ഒരു സബ്സ്റ്റിറ്റ്യൂട്ടിനെ ഞാൻ അവിടെ എല്ലാം അന്വേഷിച്ചു, ഒരിടത്തുമില്ല. ആ മലയുടെ മുകളിൽ ഒരു ബ്രദറുണ്ട്, ആ പുള്ളി എങ്ങാനും ബൈക്ക് കൊണ്ട് അതിലേ വന്നായിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചു. അയാളും വന്നില്ല. അപ്പം ഐ എം ട്രാപ്ഡ്, ഐ എം എ സ്ലേവ്. ചെയ്തേ പറ്റും. എന്ത് ചെയ്യും? ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുമ്പോഴാണ് നമ്മൾ പകരക്കാരനെ നോക്കുന്നത്. പകരക്കാരനെ നോക്കാത്ത എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വലിയ കുഴപ്പമില്ലാത്തവനാണെന്ന് തോന്നുന്നുണ്ടാ, ഞാൻ ചെയ്തൊക്കെ മതിയെന്ന് തോന്നുന്നുണ്ടാ, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും. ഞാനൊരു ചെറിയ എക്സാമ്പിൾ കഴിഞ്ഞ ദിവസം നടന്ന്, ഞാൻ പാസ്റ്ററോടാന്ന് തോന്നുന്നു പങ്കുവച്ചൊരു കാര്യമാണ്. അതെ, തൃശ്ശൂരിലൊരു മീറ്റിങ്ങിൽ സംബന്ധിക്കാൻ 1 മാസമായുള്ളൂ പോവാണ്. അപ്പം ഞാനിങ്ങനെ കസേരയിലിരിക്കുകയാണ്. അന്നേരം ഒരു സഹോദരൻ ഒരു പാട്ട് പാടുകയാണ്, പാസ് മീ നോട്ട് ഓ ജെന്റിൽ സേവിയർ, പോകല്ലേ കടന്നെന്നെ, മറ്റുള്ളവരെ നീ ദർശിക്കുമ്പോൾ എന്നെയും നീ കാണണമേ എന്ന് പറയുന്നൊരു പാട്ട്. അപ്പം ഞാൻ ഈ കസേരയിൽ ആലോചിക്കുക, എന്താ ഇങ്ങനെ പാടുന്നേ? കാരണം കർത്താവ് നമ്മളെ രക്ഷിച്ച് സ്വർഗത്തിന് അവകാശിയാക്കി ഇരുത്തിയിട്ട് അടുത്തുള്ളവനെല്ലാം ദർശിക്കുമ്പോൾ എന്നെ കാണാതെ പോകല്ലെങ്കിൽ അങ്ങനെ കർത്താവ് പോവുമോ? ഇതെന്തിനാ ഇങ്ങനെ പാടുന്നത് എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് സ്റ്റേജിലോട്ട് കയറിയപ്പം കർത്താവിൻ്റെ ശബ്ദം എൻ്റെ മേൽ വരികയാണ്. ഇവരോട് എന്താ സംസാരിക്കേണ്ടതെന്ന് നിനക്കറിയാമോ? ഞാൻ പറഞ്ഞറിയാം. സൈലൻസ്. അപ്പോൾ പിന്നെ ദൈവത്തിന് എന്നെ സഹായിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? അതാ പാസിങ് മീ, ഹി പാസ്ഡ് മീ. കാരണം എന്താ? ഇനി ആരും നോക്കിക്കോളൂ, ഇനി ആരും നോക്കിക്കോളും? ഞാൻ നോക്കിക്കോളൂ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഐ ആം ലെഫ്റ്റ് ആസ് ആൻ ഓർഫൻ ഇൻ ദ പുൾപിറ്റ്. ദൈവം എൻ്റെ കൂടെ ഇല്ല. പാസ്ഡ് മീ. കാരണം എന്താ? ഐ ആം സെൽഫ് സഫിഷ്യൻറ്റ്. എനിക്കിത് ചെയ്യാം. 32 മാർക്കുണ്ട്, 3 മാർക്ക് കൂടെ ദൈവം എനിക്ക് തന്നാൽ മതി. അതിനുള്ള അധ്വാനം ഞാൻ ചെയ്തോളാം. ഞാൻ നല്ലോണം പ്രാർത്ഥിച്ചിട്ടാണ് വരുന്നത്, അതുകൊണ്ട് ഇന്ന് എനിക്കിത് സാധിക്കും. സെൽഫ് കോൺഫിഡൻസ്. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട് പറയുന്നത്? നമ്മുടെ റിലേഷൻഷിപ്സിലെല്ലാം നമ്മൾ വിചാരിച്ച നന്നാവെന്ന് വിചാരിക്കുന്നത്, അവിടെ എല്ലാം നമ്മൾ പകരക്കാരനല്ല നോക്കുന്നത്. വീട്ടോട്ടിലും പറയും ഞാനല്ല ക്രിസ്തു അത്രേ എന്ന്. പകരക്കാരനെ അന്വേഷിക്കണമെങ്കിൽ വി ഹാവ് ടു റീച്ച് അറ്റ് ദ നാദിർ ഓഫ് അവർ ഹെൽപ്ലെസ്നെസ്. അതിൻ്റെ അങ്ങേ അറ്റത്തെ കോർണറിലെത്തിയിട്ട്, കർത്താവെ ഞാൻ നിസ്സഹായനും ഒരു ഗുണവുമില്ലാത്തവനാണ്, നീ എന്നെ രക്ഷിച്ചിട്ടല്ലാതെ എനിക്ക് ഒരു സൽപ്രവൃത്തിയും ചെയ്യാൻ പറ്റില്ല. ഐ എം എ ലോസ്റ്റ് പേഴ്സൺ. പക്ഷേ എൻ്റെ പകരക്കാരൻ എപ്പോഴും എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. ഹി നെവർ ലീവ്സ് മീ. ഹി ഈസ് ഇൻ മൈ ഹാർട്ട് ആൻഡ് ഇൻ മൈ മൗത്ത്. അത് ബൈബിളിലുണ്ട്, നമുക്കത് അങ്ങോട്ടെത്താം. ഓക്കെ, ഇതാണ് 2ാമത്തെ വാക്യം. 1-ാമത്തെ വാക്യമാണ് ശരിക്കും നമ്മുടെ രക്ഷ എങ്ങനെ സാധിച്ചു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക്. അപ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ക്രിസ്തു യേശുവിൽ, ഇൻ ക്രൈസ്റ്റ് എന്നൊരു പ്രയോഗം അവിടെയുണ്ട്.
അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ തലം പാപം നമുക്ക് മനസ്സിലാകണമെങ്കിൽ, വി ആർ ഇന്നാഡിക്വേറ്റ് എന്ന് മനസ്സിലാകണമെങ്കിൽ, ആദ്യത്തെ പാപത്തെ മനസ്സിലാക്കാൻ സമൂഹത്തിന്റെ മനസാക്ഷി മതി, സമൂഹത്തിന്റെ മോറാലിറ്റി മതി. ഹൃദയത്തിലെ പാപങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ മനസാക്ഷി മതി. എന്നാൽ ശരീരത്തിന്റെ തലത്തിലുള്ള ബലഹീനതകളെ മനസ്സിലാക്കാൻ ദൈവത്തിന്റെ ന്യായപ്രമാണം വേണം. ദൈവത്തിന്റെ ന്യായപ്രമാണമാണ് നമ്മളെ കാണിച്ചു തരുന്നത് നമ്മളൊന്നിനും ഗുണമില്ലാത്തവരാണ് എന്നുള്ളത്. ഇപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, നമുക്കൊരു പകരക്കാരനുണ്ട്. നിങ്ങൾക്ക് പകരക്കാരനെ വേണോ വേണ്ടയോ? പക്ഷേ മിക്കവാറും വേണ്ട. അതിന്റെ കാര്യം ഞാൻ പറയാം. 1-2 എക്സാമ്പിൾസ് ഞാൻ പറയാം വേണ്ടാത്തതിന്. അമ്മാവൻ വീട്ടിലുണ്ടല്ലോ, ഇന്നലത്തെ അമ്മാവൻ. അപ്പൊ ഈ മോൾക്ക് ഒരു കാര്യം മനസ്സിലായി, അമ്മാവനെ ശരിക്കും സ്നേഹിക്കണമെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ല, ക്രിസ്തുവിനെ കൊണ്ടേ പറ്റുള്ളൂ മനസ്സിലായി. അപ്പോൾ സ്വാഭാവികമായിട്ടും പകരക്കാരനുണ്ട്. ഇങ്ങനെ പറഞ്ഞാൽ മതി, ഞാനല്ല കർത്താവെ, നീയാണ് ജീവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അമ്മാവനോട് പറയാം, അമ്മാവ ഇവിടെ തന്നെ താമസിച്ചോ, ഞാൻ ജീവിതകാലം മുഴുവൻ നോക്കിയോളാം. കാരണം എൻ്റെ ഉള്ളിൽ ക്രിസ്തു ഉള്ളതുകൊണ്ട് എന്നെ കൊണ്ട് ഇത് കഴിയില്ലെങ്കിലും യേശുവിനെ കൊണ്ട് കഴിയാത്തതായിട്ടൊന്നുമില്ല. അവൻ യൂദായെ വരെ സ്നേഹിച്ചാണ്. അതുകൊണ്ട് ഏത് മനുഷ്യനെ സ്നേഹിക്കാൻ എൻ്റെ ഉള്ളിലുള്ള കർത്താവിനെ കൊണ്ട് കഴിയും. അതുകൊണ്ട് എൻ്റെ കൂടെ താമസിക്കാവുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞേനെ. അതുകൊണ്ട് ഈ കുട്ടി അല്ലെങ്കിൽ ഈ സഹോദരി അല്ലെങ്കിൽ ഈ മകൾ ഒരു കാര്യം ആലോചിച്ചു, അങ്ങനെ പറഞ്ഞാൽ ഇയാൾ പോവില്ല. അങ്ങനെ പറഞ്ഞാൽ പോവില്ല. ഞാൻ കഷ്ടപ്പെടേണ്ടി വരും. ആരാ? യേശു എൻ്റെ പകരക്കാരനായ ആര് കഷ്ടപ്പെടേണ്ടി വരും? ഞാൻ കഷ്ടപ്പെടേണ്ടി വരും. അതുകൊണ്ട് യേശു എന്ന പകരക്കാരനെ ഞാൻ നിഷേധിക്കുന്നു, പകരം എൻ്റെ ബുദ്ധി പ്രയോഗിക്കുന്നു. ഞാൻ വിചാരിക്കുകയാണ്, അമ്മാവൻ 7 ദിവസം കഴിഞ്ഞ് പൊക്കോട്ടെ, ഇപ്പൊ ഇത്രയൊക്കെ ഞാൻ നന്നായല്ലോ, അതൊക്കെ മതി, ഇത്രയും പോലും ആരും നന്നാവുന്നില്ലല്ലോ. അതുകൊണ്ട് അമ്മാവനോടുള്ള എൻ്റെ സ്നേഹം വേറൊരു തരത്തിൽ പ്രദർശിപ്പിക്കാൻ ഞാൻ തീരുമാനിക്കുന്നു. അമ്മാവനൊന്ന് ഉപദേശിച്ച് വിട്ടേക്കാം. അങ്ങനെയല്ലേ നമ്മൾ ആൾക്കാരെ നന്നാക്കുന്നേ? ഈ യേശുവിൻ്റെ പകരക്കാരനായി ഞാൻ മാറുന്നതിന് പകരം ഉപദേശിച്ച് ആൾക്കാരെ നന്നാക്കാമെന്ന് വിചാരിക്കുന്ന മണ്ടത്തരം. അതിങ്ങനെയാണ് സംഭവിക്കുന്നത്. ഈ സ്ത്രീ ചെന്ന് അമ്മാവനോട് പറയാണ്, അമ്മാവ ഇവിടെ വന്നു 7 ദിവസം നിന്നു, വളരെ സന്തോഷം. പക്ഷെ അമ്മാവ എല്ലാ വീട്ടിലും ചെന്ന് ഇങ്ങനെ ആയിരിക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അവരെക്കാളൊക്കെ ഭേദം. ഞാൻ നോക്കിയ പോലെ എല്ലാവരും നോക്കണമെന്നില്ല. അതുകൊണ്ട് അമ്മാവന് നാണക്കേട് വിഷമം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാനൊരു ഉപദേശം ഫ്രീ ആയിട്ട് തരട്ടെ. അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കുക വയസ്സനാം കാലത്ത്. എങ്ങനെയുണ്ട് ഉപദേശം? ഇങ്ങനത്തെ ഉപദേശം നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? നന്നാകാൻ വേണ്ടിയാന്നാ പറയുന്നത്. പക്ഷെ യേശു നിങ്ങൾക്ക് പകരം ആ പ്രവൃത്തി ചെയ്യുമായിരുന്നെങ്കിൽ എന്ത് വലിയ തേജസ്സിലേക്കായിരുന്നു നിങ്ങൾ പോയേനെ. പക്ഷെ അത് വേണ്ട എന്ന് വെക്കുന്നതിലൂടെ നിങ്ങൾ എന്താ ചെയ്തത്? പകരക്കാരനെ നിഷേധിച്ചു, വേണ്ടാന്ന് വെക്കുകയും ചെയ്തു. ഒരു എക്സാമ്പിൾ നിങ്ങൾ പറയാം. ഇതിങ്ങനെ മിക്കവാറും അവസാനിക്കുള്ളൂ അല്ലേ? 7 ദിവസം കഴിയുമ്പോഴേക്കും. ഒരു എക്സാമ്പിൾ പറയാം. ഞങ്ങൾ എറണാകുളത്ത് ചർച്ചിൽ കർത്തൃമേശ എടുക്കുന്നു ഒക്കെയുള്ള ആരാധന. അപ്പം രാവിലെ മീറ്റിംഗ് തുടങ്ങുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ്, മീറ്റിംഗ് ഇല്ല 2 വർഷം, മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു സഹോദരനാണോ എന്ന് പറഞ്ഞു, അതെ ഞാൻ ഇന്ന് കർത്തൃമേശ എടുക്കുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞു എന്താ കാര്യം? അതൊരു സഹോദരനുമായിട്ടങ്ങ് ശരിയായിട്ടില്ല. ഞാൻ പറഞ്ഞു അതിപ്പോൾ നമുക്ക് ശരിയാക്കാൻ 1/2 മണിക്കൂർ ഇനിയുണ്ട് പ്രയർ തുടങ്ങും. അപ്പം ഞാൻ കൂടെ വരണോ, സംസാരിക്കണോ, എന്താ പ്രശ്നം? അത് ഇയാൾ ഇവിടെ ഉള്ള ആളല്ല, ദൂരെയുള്ള. അപ്പോൾ ശരി എന്നാൽ ഫോൺ ചെയ്തിട്ട് പറ, എനിക്ക് ഇത്തിരി തിരക്കാണ് വർഷിപ്പിന്, അതുകൊണ്ടാണ് വന്ന് കാണാൻ പറ്റാത്തത്, എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, നമുക്ക് പിന്നീട് സംസാരിച്ച് സെറ്റിൽ ചെയ്യാം, ഒന്ന് ഫോൺ. അപ്പോൾ പുള്ളിയോട് പറയാം, അതെ അങ്ങനെ അങ്ങ് ക്ഷമിക്കുന്നില്ല. നിങ്ങൾ എത്ര പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്, ഭർത്താവ് ഒരു ആർഗ്യുമെന്റ് ജയിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കുന്നില്ല, ഇത് അങ്ങനെ വിട്ടാൽ ശരിയാവില്ല, വെറും ഞാനൊരു മണ്ടിയായി പോകും ഇല്ലേ? ക്രിസ്തു എൻ്റെ പകരക്കാരനായാൽ എന്ത് സംഭവിക്കും? ഞങ്ങളുടെ ചർച്ചയിൽ കല്യാണം നടന്നപ്പോൾ ഞങ്ങൾ ഭാര്യയും ഭർത്താവിനെയും ഫ്രണ്ടിലോട്ട് വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങളെ കല്യാണം കഴിപ്പിച്ചിട്ട് എന്തിനാന്ന് അറിയാമോ ചോദിച്ചു. എന്തിനാ? പരസ്പരം തോക്കുന്നത് എങ്ങനെയാന്ന് പഠിക്കാൻ വേണ്ടിയാണ്. യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ തോറ്റു നിന്നുകൊണ്ടാണ് നമ്മളെല്ലാം ഇപ്പൊ ജയിച്ചു നടക്കുന്നത്. അവിടെ ബ്രോക്കൺ ആകാനും വിട്ടുകൊടുക്കാനും ഞാനല്ല ക്രിസ്തു അത്രയെന്ന് പറയാനും നമുക്ക് 100,000 അവസരം ഉണ്ടെങ്കിലും നമുക്ക് ജയിക്കാനുള്ള ആഗ്രഹം ഒന്നങ്ങ് ജയിച്ചേക്കാം. ദൈവമേ എന്നെ സഹായിക്കണേ, ഞാനിതാ ഒരു ഇടി കൊടുക്കുന്നു. ഇവിടെ നമ്മൾ എന്താ നിഷേധിക്കുന്നറിയോ? എനിക്ക് എൻ്റെ പകരക്കാരനെ ഞാൻ വേണ്ടാന്ന് വെക്കുകയാണ്. ഇതിനെയാണ് അവിശ്വാസം എന്ന് പറയുന്നത്. ഇതാണ് 4ാമത്തെ പാപം. ഡിനൈയിങ് ഓഫ് ക്രൈസ്റ്റ്, ഡിനൈയിങ് ഓഫ് ദ സബ്സ്റ്റിറ്റ്യൂട്ട്. ഞാൻ വിചാരിക്കുകയാണ് യേശു ചെയ്യുന്നതിനേക്കാളും ഇത് ചെയ്യാനുള്ള ബുദ്ധി എനിക്ക് ഉണ്ട്. ഞാനത് പറയല കേട്ടോ ഒരിക്കലും. പക്ഷെ എൻ്റെ ഉള്ളിലെ ചിന്ത, എൻ്റെ പലരും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിങ്ങനെ ഈ പ്രാക്ടിക്കൽ അല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
സ്വത്തിനെ കുറിച്ചായാലും ജീവിതത്തെക്കുറിച്ചായാലും പ്രാക്ടിക്കൽ അല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. എൻ്റെ അപ്പൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ദൈവം ഇത് പുള്ളി കേൾക്കുമെന്ന് അറിയാൻ മേല. നീ സ്വത്ത് വേണ്ട, പൈസ ഉണ്ടാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നടന്നോ? കർത്താവ് അങ്ങനെ പറഞ്ഞെങ്കിൽ കർത്താവ് കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു. നീ കല്യാണം കഴിച്ചിട്ട് നിനക്കുണ്ടായ കൊച്ചുങ്ങൾ പോരാതെ നീ വെളിയിൽ നിന്നും 3 എടുത്തിട്ടുണ്ട്. എന്നിട്ട് അവസാനം സ്വത്ത് വേണ്ട, ഇത് വേണ്ട, ഇതൊക്കെ മണ്ടത്തരവടാന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ മണ്ടത്തര. പക്ഷെ ഞാനൊരു കാര്യം അറിയും, കമ്മ്യൂണിസം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു പണ്ട്, ലോക പ്രശസ്തമായിരുന്നു. അവർ വിചാരിച്ചു അതാണ് അവരും അതിൽ വരും, ഒരു ദിവസം അമേരിക്ക കമ്മ്യൂണിസ്റ്റ് ആവും ഒരു ദിവസം. പക്ഷെ എന്താ സംഭവിച്ചാൽ എല്ലാം പൊളിഞ്ഞുപോയി. ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ഭയങ്കര ഒരു ബബിളാണ്, ഏത് സമയത്തും പൊട്ടാം. ഈ നമ്മുടെയൊക്കെ രൂപയുടെ വിലയുണ്ടല്ലോ, 70-75 ആകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, 150-200 ആയി കഴിഞ്ഞ് നമ്മൾ പോക്കാം. 1000-2000 ആയെന്ന് വിചാരിച്ചു നോക്കി, നമുക്കൊരു 1 കിലോ അരി വാങ്ങിക്കണമെങ്കിൽ നമ്മൾ എത്ര രൂപ കൊടുക്കേണ്ടി വരും? കയ്യിൽ എത്ര ഉള്ളതെല്ലാം ഒരു ദിവസം കൊണ്ട് പേപ്പർ പോലെ ആയിപ്പോവും. പക്ഷെ അപ്പോഴെല്ലാം നിലനിൽക്കുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രം ഉണ്ടെങ്കിൽ അത് ദൈവരാജ്യത്തിന്റെ സാമ്പത്തിക ശാസ്ത്രമാണ്. ഞാൻ നോക്കിക്കോളാം പിള്ളേരെ, അതിനപ്പുറത്തേക്കുള്ള ഒരു സാമ്പത്തിക ശാസ്ത്രം ഇല്ല. ഇത്ര പേര് കേട്ടു? ഞാൻ പറഞ്ഞ കേട്ടോ? ഇത് കേൾക്കാൻ പാടാ അല്ലേ? There is only one economy that will work, and that economy is the economy of the kingdom of God. വേറെ ഒന്നും ജയിക്കത്തില്ല. എല്ലാം അവസാനം മഹദിയാം ബാബിലോൺ പോലെ പൊളിഞ്ഞ്, ഇന്ന് ആകർഷകമായിരിക്കുന്ന എല്ലാം പൊളിഞ്ഞ് പളിസെത്തും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് നന്മ തിന്മകളുടെ വോയിസ് ഉണ്ട്, അതാണ് നമുക്ക് വിവേകം തരുന്നത്. എന്നാൽ വിവേകത്തിനപ്പുറത്ത് ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു ശബ്ദമുണ്ട്. അത് രക്ഷകന്റെ ശബ്ദമാണ്, അവൻ പകരക്കാരന്റെ ശബ്ദമാണ്. അത് നമ്മൾ എപ്പോഴും നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. കാരണം വി തിങ്ക് വി ആർ വൈസ് ആൻഡ് സെൽഫ് കോൺഫിഡൻറ്റ്. അതുകൊണ്ട് നമുക്ക് മാനസാന്തരപ്പെടാൻ സാധിക്കാതെ എപ്പോഴും നമ്മുടെ ബന്ധങ്ങളിലും ജീവിതത്തിലും എല്ലാം വി ഡിപ്പെൻഡ് അവർ ഓൺ ഇന്റലിജൻസ് ആൻഡ് അവർ ഓൺ കാൽക്കുലേഷൻസ് ആൻഡ് പെർസെപ്ഷൻസ്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഈ ഫെയ്ത്ത്ലെസ്നെസ്. അതാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന പാപം. ഈ അവിശ്വാസം നമ്മളെ ബോധ്യപ്പെടുത്താൻ ദൈവത്തിന്റെ ആത്മാവിനല്ലാതെ വേറെ ആർക്കും സാധിക്കില്ല, ഒരു നിയമത്തിനും സാധിക്കില്ല. വഴിയിൽ പോലീസുകാരൻ തടഞ്ഞു നിർത്തി ഒരു ഇത്തിരി അവിശ്വാസം ഉണ്ട് കേട്ടോ, സൂക്ഷിച്ചു പോകണം പറയും. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. എന്ത് പാപത്തെക്കുറിച്ചാ? ഏത് പാപത്തെക്കുറിച്ചാ ബോധ്യം വരുത്തുന്നേ? ഞാൻ പണ്ടൊക്കെ വിചാരിച്ചിരുന്നത്, ഞങ്ങൾ രക്ഷിക്കപ്പെടുന്ന സമയത്ത് ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഒരു 3-4 പേരെ രക്ഷിക്കപ്പെട്ടവരുണ്ടായിരുന്നു. ബാക്കിയെല്ലാം അവിശ്വാസികളായിരുന്നു, എന്നാൽ നോമിനൽ ക്രിസ്ത്യൻസ് ആയിരുന്നു മിക്കതും. ഞങ്ങൾ ഈ 4 പേര് എപ്പോഴും പ്രാർത്ഥനയിലും സന്തോഷത്തിലും ഇങ്ങനെ കഴിഞ്ഞു കൂടുമായിരുന്നു. അതിലൊരാൾ ഇച്ചിരി സീനിയർ ആയിട്ടുള്ളൊരു ബ്രദർ ഉണ്ടായിരുന്നു. ഒരു ദിവസം പുള്ളിയാണ് ഏറ്റവും കൂടുതൽ എപ്പോഴും പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയും, പുള്ളിക്ക് ആ പുസ്തകങ്ങൾ മാത്രമേ ഉള്ളൂ, ക്രിസ്ത്യൻ ബുക്സ് മാത്രമേ പുള്ളി വായിക്കുകയുള്ളൂ. ഭയങ്കര ഭക്തനായൊരു മനുഷ്യൻ. അദ്ദേഹം PGക്കാണ്, ഞങ്ങൾ ഡിഗ്രിക്കാണ്. അദ്ദേഹം ഞങ്ങളുടെയൊക്കെ ഒരു ഉപദേശിയും മെൻറ്ററും ഒക്കെ ആയിട്ട് ഇങ്ങനെ. ഒരു ദിവസം രാത്രി 8 മണിയായും ഈ പുള്ളിയെ കാണാനില്ല, ഹോസ്റ്റലിൽ കാണാനില്ല. ഞങ്ങൾ ആ ഹോസ്റ്റലിൽ മുഴുവൻ അരിച്ചു പറക്കി, ഈ മനുഷ്യനില്ല. ഞങ്ങൾ വാർഡൻ്റെ അടുത്ത് നിന്നു. വാർഡൻ പറഞ്ഞു, സാർ ഈ ബ്രദറിനെ കാണാനില്ല. വാർഡൻ പറഞ്ഞു, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, പോയി കിടന്നുറങ്ങും. അയാൾ എങ്ങും പോകില്ല. വേറെ ഒരാളാണെങ്കിൽ വാർഡനെ ഉറക്കമില്ലാതായി പോയി രാത്രി, മതിൽ ചാടിപ്പോയോ. പക്ഷെ പുള്ളി അങ്ങനെ പോകില്ലെന്നറിയാം. ഞങ്ങൾക്ക് പക്ഷെ എവിടെ നോക്കിയിട്ട് ഈ മനുഷ്യനെ കാണാൻ പറ്റുന്നില്ല. അപ്പം ഞാനും വേറൊരു സഹോദരനുണ്ട്. കുറെ കഴിഞ്ഞപ്പോൾ ആ സഹോദരനോട് പറയുവാ, ചേച്ചേ സംഗതി പ്രശ്നമായിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു, എന്ത് പ്രശ്നം? കർത്താവ് വന്ന് പോയതാ, അല്ലാതെ പുള്ളി പോകാൻ ഒരു വഴിയുമില്ല. ഞാൻ പറഞ്ഞു, കർത്താവേ, ചൈൽഡിഷ് ഫെയ്ത്ത് ആണ്. കർത്താവ് വന്നു. ഇന്ന് നമുക്ക് കേൾക്കുമ്പോൾ സത്യമായിട്ട് ഓട്ടോമാറ്റിക്കലി ചിരി വരും. പക്ഷേ വി ആർ ഡിഗ്രി സ്റ്റുഡൻസ്, സയൻസ് സ്റ്റുഡൻസ്. ഞങ്ങളിത് വിശ്വസിക്കുന്നത് ഏത് സമയത്തും സംഭവിക്കാം. അപ്പോൾ സംഭവിച്ച് കാണും. അതർവൈസ് ദർ ഇസ് നോ സ്കോപ്പ്. കർത്താവ് അപ്പം രക്ഷിക്കപ്പെട്ടത് ശരിക്കല്ലായിരുന്നോ? വ്യാജമായി പോയോ? ഞങ്ങൾ പോയില്ലല്ലോ. ഇനി 666 ഇടി പിടി ബഹളം രക്തസാക്ഷിത്വം. ആകെ ഭയമായി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ഒരു ബൈബിളും പിടിച്ചുകൊണ്ട് വരുന്നു. പുള്ളി ഏതോ ഒരു കോറിഡോറിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഈ വിളി ഒന്നും പുള്ളി കേട്ടില്ല. ആശ്വാസമായി, ഇതുവരെ കർത്താവ് വന്നിട്ടില്ല. പക്ഷെ ഒരു കാര്യം തീരുമാനിച്ചു, നാളെ ഇങ്ങനെ സംഭവിക്കരുത്. അതുകൊണ്ട് ശരിക്കും ഞാൻ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് അറിയണം. അതുകൊണ്ട് ഞങ്ങൾ രക്ഷയിലോട്ട് നയിച്ച ആളുകളുടെ അടുത്ത് പോയി ചോദിക്കുകയാണ്, ഞങ്ങൾ ശരിക്കും രക്ഷിക്കപ്പെട്ടതാണോ എന്ന് എങ്ങനെ മനസ്സിലാകുന്നത്? അപ്പോൾ പുള്ളി പറഞ്ഞു, ശരിക്കും രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ ആ ദൈവത്തിൻ്റെ ആത്മാവ് എപ്പോഴും പാപബോധം തന്നുകൊണ്ടിരിക്കും.
അപ്പോൾ അതിഷ്ടം പോലെയുണ്ട്. കാരണം എപ്പോഴും പാപം ചെയ്യുന്നതുകൊണ്ട് പാപബോധത്തിന് കുറവ്. അപ്പം അപ്പം മനസ്സിലാവും രക്ഷിക്കപ്പെട്ടതാ, സമാധാനമായി. പക്ഷെ വളരെ വർഷങ്ങൾക്ക് ശേഷം മനസ്സിലാകുന്നത് ഈ ആത്മാവ് ബോധ്യപ്പെടുത്തുന്നു എന്ന് പറയുന്ന പല പാപങ്ങളും നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിക്കേ. എന്തൊക്കെയാ പാപങ്ങൾ? ഒരു 100 പാപങ്ങൾ നിങ്ങൾ ചെയ്യുന്നതല്ല കേട്ടോ, നിങ്ങൾ ചെയ്യുന്ന ഒന്നും കാണുകയില്ലായിരിക്കും ചിലപ്പം. ഈ പെന്തക്കോസ്റ്റൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു 100 പാപങ്ങളുടെ ലിസ്റ്റ് എഴുതിയിട്ട് ഒരു പേപ്പർ ഒന്ന് വായിച്ചു നോക്കിയേ. ഈ പാപങ്ങളെല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്താൻ ആത്മാവിൻ്റെ ആവശ്യമില്ല, സമൂഹത്തിൻ്റെ നീതി മതി. പണം അടിച്ചു മാറ്റുന്നതിന് ബോധ്യപ്പെടുത്താൻ ആത്മാവ് വേണ്ട. അത് കൈകാര്യം ചെയ്യുമ്പോഴേ നമുക്കറിയാം പാപം. നിയമമില്ലെങ്കിൽ മനസാക്ഷി മതി. മോഷണം അത് തെറ്റാന്ന് പറയാൻ ബൈബിളിന്റെ ആവശ്യമില്ല. അതൊരു കോമൺ മൊറാലിറ്റിയാണ്. അതായത് ലോകത്തിൽ വെളിപ്പെട്ട സാമാന്യ നീതിയുടെ വെളിപ്പാടത്. അതിന് ആത്മാവിന്റെ ആവശ്യമില്ല, മനസാക്ഷി നിയമങ്ങളും മതി. ഒരുത്തൻ കസേര ഇരിക്കാൻ പോകുമ്പോൾ വേറൊരുത്തൻ കസേര വലിക്കുന്നത് തെറ്റാന്ന് ഏത് മനുഷ്യനും അറിയാം. അതറിയാൻ ആത്മാവ് ബോധ്യപ്പെട്ടു. അപ്പോൾ അങ്ങനെ മനസ്സിലായപ്പോഴാണ് ഒരു ചോദ്യം ഉണ്ടായത്. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ഏതെങ്കിലും പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുന്നുണ്ടോ? ഇവിടെ എനിക്ക് ഭയം ഉണ്ടാക്കിയത്, കാരണം പെന്തക്കോസ്റ്റൽ ചർച്ചിൽ ഇപ്പം സൗണ്ട് അല്ലാതെ ആത്മാവിന്റെ യാതൊരു കാറ്റുമില്ല. ആത്മാവ് ഒന്നും ചെയ്യുന്നില്ല പ്രിയ സഹോദരങ്ങളെ. ആത്മാവ് ഒരു പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുന്നില്ല. ഇത് ദയനീയമായൊരു വീഴ്ചയാണ്. മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ വിശ്വാസം കണ്ടെത്തുമോ? വലിയ ചോദ്യമാണ്. അവിടെ ദൈവത്തിന്റെ ആത്മാവ് ഒരു പണിയും ചെയ്യുന്നതായിട്ട് ഇന്ന് കാറ്റടിക്കുന്നതായിട്ടേ തോന്നുന്നില്ല. ഇൻഡിവിജ്വൽ അയലൻസ് ആയിട്ട് എവിടെയൊക്കെയോ കുറെ ആളുകൾ ഒരുപക്ഷെ തിരിച്ചറിയുന്നുണ്ടെന്നുള്ളതല്ലാതെ സഭയായി ഈ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു അവസ്ഥയില്ല. അതായത് പാപബോധം ഉണ്ടാകുന്നുണ്ട്, പക്ഷെ ദീസ് സിൻസ് ആർ റിമൈൻഡഡ് നോട്ട് ബൈ ദ സ്പിരിറ്റ് ബട്ട് ബൈ കോമൺ സെൻസ്, ബട്ട് ബൈ കോൺഷ്യൻസ്. ഇപ്പൊ എന്നെ മനസാക്ഷി ഇതല്ല, മനസാക്ഷി മതി അതിന്. നമ്മളെക്കാൾ നല്ല മനസാക്ഷിയുള്ള ഒരു വെളിയിലുണ്ട്. ആത്മാവ് എന്താ ചെയ്യുന്നേ? ഞാൻ ആന്ധ്രയിലായിരിക്കുമ്പോൾ അവിടുത്തെ ഞങ്ങളുടെ ഹൗസ് ഓണർ ഒരു ബ്രാഹ്മണനാണ്. അദ്ദേഹം വന്ന് ഞങ്ങളോട് ചോദിച്ചാൽ, നിങ്ങൾ ക്രിസ്ത്യാനികൾ എന്തിനായി സിനിമ കാണാൻ പോകുന്നെന്ന്. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ബ്രാഹ്മണൻ എന്തിനാ അങ്ങനെ ചോദിച്ചത്? പെന്തക്കോസ്തുകാരൻ ചോദിച്ചാൽ മനസ്സിലാക്കാം. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്താ നിങ്ങളങ്ങനെ ചോദിച്ചേ? അന്നേരം പറയാ, ഇതൊക്കെ വെറും അഭിനയമല്ലേ, കള്ളത്തരമല്ലേ, അതൊക്കെ കാണാൻ വേണ്ടി നിങ്ങൾ 3-4 മണിക്കൂർ പോയി തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ബൈബിളാണ് വായിക്കുന്നത്? ആ പുള്ളി ചോദിക്കും. ഇത് ആത്മാവ് വെളിപ്പെടുത്തിയതാണോ? ബോധം, സുബോധം. കള്ളു കുടിക്കരുതെന്ന് ആരാ ബോധ്യപ്പെടുന്നറിയോ? ഡോക്ടർമാരാ. പിന്നെ ദൈവത്തിന്റെ വചനവും അങ്ങനെ ബോധ്യപ്പെടുന്നുണ്ട്, മനസാക്ഷി ബോധ്യപ്പെടുന്നുണ്ട്. ദൈവത്തിന്റെ ആലയമാണ്, നശിപ്പിക്കരുത്, ഇതെല്ലാം ശരിയാ. പക്ഷെ ദൈവത്തിന്റെ ആത്മാവിന്റെ ആക്റ്റീവ് ഇന്റർവെൻഷൻ ഇല്ലാതെ തന്നെ ഇതെല്ലാം തെറ്റാന്ന് നമുക്ക് മനസ്സിലാവും. ദൈവത്തിന്റെ ആത്മാവിന് മാത്രം ബോധ്യപ്പെടുത്താൻ പറ്റുന്ന പാപമുണ്ട്. ആ പാപം നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു വലിയ പ്രശ്നമാണ്. നമുക്ക് നോക്കാം എന്താണ് ആ പാപം. അടുത്ത വാക്യം, 9-ാം വാക്യം. 8 നമ്മൾ വായിച്ചത് 9. അവർ എന്നിൽ വിശ്വസിക്കായിക കൊണ്ട് പാപത്തെക്കുറിച്ച്. ഇതാണ് അവിശ്വാസം, ഡിനൈയിങ് ക്രൈസ്റ്റ്. നമ്മുടെ ജീവിതത്തിൽ അനേക സന്ദർഭങ്ങളിൽ വി തിങ്ക് വി ആർ ബെറ്റർ എക്വിപ്ഡ് ദാൻ ക്രൈസ്റ്റ്. ഉദാഹരണത്തിന്, നമ്മുടെ ഒരാൾ വന്ന, അതിഥി വന്ന, അവൻ എങ്ങനെ പെരുമാറുന്ന വിവേകം. എന്നോട് ഒരാൾ പറഞ്ഞാൽ, നിങ്ങൾക്ക് ഈ പ്രാവിന്റെ നിഷ്കളങ്കത മാത്രം പോരാ, പാമ്പിന്റെ ബുദ്ധിയും കൂടെ വേണം. എന്താ പാമ്പിന്റെ ബുദ്ധി? പാമ്പിന് ഭയങ്കര ബുദ്ധിയാണോ? ആണോ? പാമ്പാണോ നമുക്ക് ഈ കാറൊക്കെ കണ്ടുപിടിച്ചു തന്നത്? പാമ്പിനുള്ള ബുദ്ധി എന്ന് പറഞ്ഞാൽ അതിനെ പിടിക്കാൻ ഭയങ്കര പാടാണ്. അതിന് ഈ ഒരാളുടെ പേരുണ്ടല്ലോ, എന്താ പുള്ളിയുടെ പേര്? പാമ്പ് പിടിക്കുന്നത്. അത് തന്നെ. അങ്ങനെ പ്രൊഫഷണൽസിന് മാത്രമേ ഇതിനെ പിടിക്കാൻ പറ്റുള്ളൂ. ഞാനൊരു വടിയും 10 രൂപ പോയി ഇതിന്റെ പൊടി പോലും കാണാനില്ല. അതാണ് പാമ്പിന്റെ ബുദ്ധി, രക്ഷപ്പെടാനുള്ള വിവേകം. പ്രാവിന്റെ നിഷ്കളങ്ക എന്ന് പറഞ്ഞാൽ എന്താ? പിടിക്കാൻ കൊണ്ടുപോയാലും. സഭ ആദ്യം അങ്ങനെയായിരുന്നു, പ്രാവിന്റെ നിഷ്കളങ്കതയായിരുന്നു, ആർക്ക് വേണമെങ്കിലും പിടിച്ച് കൊല്ലായിരുന്നു. കുറെ കഴിഞ്ഞപ്പം പാപം സട്ടിൽ ഫോമിൽ വന്നു. ഗവൺമെന്റ് അവരുടെ സൈഡായി. നമ്മളിപ്പോൾ നമുക്ക് സൈഡായിട്ടുള്ള ഗവൺമെന്റിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്ത് പ്രാർത്ഥന ഇന്ത്യ നടക്കുന്നറിയോ? നിങ്ങൾ ശരിക്കൊന്ന് ചെവി പിടിച്ച് അവിടെ നിന്ന് വരുന്ന പ്രാർത്ഥന ഇവിടെ കേൾക്കാൻ പറ്റും. അപ്പുറം ഈ ഭരണം മാറി പുതിയൊരു ഭരണം വരാൻ ഞെരക്കത്തോടെ കാത്തിരിക്കുക. പ്രിയ സഹോദരങ്ങളെ, നടക്കുകയില്ല. അത് മാറില്ലെന്നല്ല കേട്ടോ, അതൊക്കെ മാറാം. പക്ഷെ ഇതെല്ലാം മാനുഷികമായൊരു തലത്തിലെ ഭയങ്ങളാണ്.
ഇതൊന്നും നമുക്ക് പ്രശ്നമല്ല. നമ്മൾ അതിൻ്റെ കീഴിലുമല്ല. വി ഹാവ് എ ഡിവൈൻ ഗവൺമെൻറ്. വി ആർ ഗ്രോണിങ് ഫോർ ദാറ്റ് ഗവൺമെൻറ്. ഈ ലോകത്ത് നമുക്ക് നിലനിൽക്കുന്ന ഒരു ആഗ്രഹമോ ആശയോ ഇല്ല. ഇപ്പം ഫെയ്ത്ത് എന്ന് പറയുന്ന ആ ഒരു കാര്യം, എനിക്ക് പകരം ക്രിസ്തു, അത് ഫെയ്ത്തിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. പ്രാക്ടിക്കൽ അല്ല, അത് പ്രായോഗികമല്ല. നമ്മൾ വിചാരിക്കുന്ന ഇന്ത്യയിലെ അന്തരീക്ഷമെല്ലാം നന്നായാൽ നമുക്ക് ഭയങ്കര സുവിശേഷ വേല ചെയ്യാമെന്ന്. 2000 വർഷമായിട്ട് ഒരു പണി നടക്കാത്തവരാണ് ഈ പ്രിയ സഹോദരങ്ങൾ. ഒരു പണിയും നടക്കില്ല. ശരിക്കും നടക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കാറ്റടിച്ചേ പറ്റൂ, ആ ഒരു ഉണർവ് വന്നേ പറ്റൂ. അതല്ലാതെ ഒരു പണിയും നടക്കില്ല. ഗവൺമെൻറ് മാറാത്തതുകൊണ്ടൊന്നുമല്ല നമ്മുടെ പണികൾ നടക്കാത്തത്. ഇന്ന് ആത്മാവിൻ്റെ ശബ്ദത്തിന് വേണ്ടി നമ്മൾ കരയണമെന്ന് ഞാൻ വിചാരിക്കുന്നു, ഉപവാസം എടുക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ബൈബിൾ സ്റ്റഡി ആയിട്ട് നിങ്ങൾ കാണരുത്. എനിക്ക് അതാ ഏറ്റവും വലിയ വിഷമം. ബൈബിൾ സ്റ്റഡി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എല്ലാം പിന്നെ പേപ്പറും നോട്ടുമാണ്. ഇതങ്ങനല്ല. ഇത് ഹൃദയത്തിനകത്തേക്ക് നമ്മൾ മനസ്സിലാക്കണം. ആത്മാവ് എന്നോട് എന്താ സംസാരിക്കുന്നത്? എൻ്റെ ഉള്ളിൽ ആത്മാവിൻ്റെ എന്തെങ്കിലും വ്യാപാരം ഉണ്ടോ? ഞാൻ എങ്ങനെയാണ് ആത്മാവിനെയും ക്രിസ്തുവിനെ അനുഭവിക്കുന്നത്? ആ അനുഭവം എനിക്ക് എങ്ങനെ വേറൊരാളോട് പറയാൻ പറ്റും? ഇതുണ്ടോ എൻ്റെ ഉള്ളിലെന്ന് ഞാൻ മനസ്സിലാക്കണം. ഞാൻ മറ്റുള്ള സന്മാർഗത്തിൽ നന്നായാൽ പോരാ, യേശുവിൻ്റെ നീതിയുടെ അടിമയായി മാറുന്നുണ്ടോ എന്നതിലേക്ക് നമ്മൾ വരണം. ഇവിടെ വിശ്വാസം ഇല്ലായ്മയെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമേ കഴിയുള്ളൂ. അത് വളരെ കൃത്യമാണ്. ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല, നമ്മുടെ മനസാക്ഷിക്കും കഴിയില്ല. മനസാക്ഷിക്കും കഴിയില്ല എന്നുള്ളതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷെ വളരെ നിർണായകമാണ്. എന്താണ് ഇതിൻ്റെ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പാപം, വിശ്വാസം, രക്ഷ, ഇത് മൂന്നിനെ കുറിച്ച് മനസ്സിലാക്കാതെ ക്രിസ്തുവിലുള്ള ജീവിതത്തെക്കുറിച്ച് ഒന്നും മനസ്സിലാവില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാനൊരു ചർച്ചിൽ 2013 2014 ഞാൻ 2014 കേരളത്തിൽ വന്നപ്പോൾ ഞാൻ എന്താ പ്രസംഗിക്കുന്ന ആർക്കും അറിയത്തില്ല. പ്രസംഗിക്കും എന്ന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഒരു ഏജി പേര് പറയണ്ടായിരുന്നു, അപ്പോൾ സ്ഥലം പറയുന്നില്ല. ഒരു ഏജി ചർച്ചിൽ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു. അപ്പം ഞാൻ അവരോട് ചോദിച്ചു ഇങ്ങനെ ചോദ്യം: നിങ്ങളുടെ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം വരുത്തും, നിങ്ങളുടെ ദേശത്ത് മാനിക്കും, നിങ്ങളുടെ തലമുറയെ മാനിക്കും. അതാണ് ഏറ്റവും വലിയ ആവശ്യം. നിങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കും, പിന്നെ നിങ്ങൾ കടഭാരങ്ങൾ മാറ്റും, നിങ്ങളെ അനുഗ്രഹപാത്രമാക്കി മാറ്റും. 100% ഉറപ്പുള്ളവർ കൈ ഉയർത്താൻ പറഞ്ഞു. കൈ ഉയർത്താനേ പറഞ്ഞുള്ളൂ, പക്ഷെ വലിയൊരു ഹല്ലേലൂയയുടെ ശബ്ദമാണ് ഞാൻ കേട്ടത്. എല്ലാവരും കൈ ഉയർത്തി. ഞാൻ പുറകോട്ട് നോക്കിയപ്പോൾ പാസ്റ്റർമാരുടെ നേരെയുണ്ട്, അവരെല്ലാം കൈ ഉയർത്തി പിടിച്ചിരിക്കുക. അടുത്ത ചോദ്യം. ഇപ്പൊ സമയം 9:05. 9:10 കർത്താവ് വന്നാൽ 100% ഞാൻ സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുള്ളവരുന്ന കൈവക്കാം. ഒറ്റ മനുഷ്യൻ കൈവക്കാം. ഇതാണ് ഫെയ്ത്ത്. അയ്യപ്പൻ്റെ അടുത്ത് ഇത്ര ആൾക്കാർ പോകുന്നത് എന്തിനാ? വഴക്കുണ്ടാക്കി തല്ലി ബോംബും വെച്ച് അയ്യപ്പൻ കാര്യം സാധിക്കും എന്ന് പറയുന്നുണ്ട്. അതേ ഫെയ്ത്ത് നമുക്കുണ്ട്. എന്താ കാര്യം? അത് ഈ ലോകത്തിൽ സകല മതവിശ്വാസികൾക്കുള്ള ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഫെയ്ത്ത്. അത് വെച്ചുകൊണ്ട് നമ്മൾ ക്രിസ്ത്യാനികളെന്ന് പറയരുത്. ദാറ്റ്സ് എ വീക്ക് കൗണ്ടർ ഫീറ്റ് ഓഫ് ദ റിയൽ ഫെയ്ത്ത്. ഫേക്ക്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാനും പൗലോസും കർത്താവിൻ്റെ ബീമാ സീറ്റിന് മുമ്പിൽ പ്രതിഫലം വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുകയാണ് എന്ന് വിചാരിച്ചു. കർത്താവ് പൗലോസിനോട് ചോദിക്കുകയാണ്, പൗലോസ് നീ വിശ്വാസിയാണോ? പൗലോസ് പറഞ്ഞു, അതെ കർത്താവ്. എന്താ വിശ്വസിച്ചത്? ഞാൻ നല്ല പുറപ്പൊരു തോട്ടം തിരിച്ച് വിശ്വാസം കാത്ത് നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കും. ഓക്കെ പൗലോസേ, നീ എന്തിനു വേണ്ടി ഞരങ്ങി കാത്തിരുന്ന് ഓടിയോ ആ നീതിയുടെ കിരീടം നിനക്ക് പൊയ്ക്കും. അടുത്തത് എന്നോട്, ചേച്ചി നീ ഒരു വിശ്വാസിയാണോ? ഞാൻ പറഞ്ഞതെ. എന്താ വിശ്വസിച്ചത്? അനുനിമിഷം നീ എന്നെ നടത്തുമെന്ന് വിശ്വസിച്ചു. ഞാൻ നിന്നെ നടത്തിയോ? നടത്തി കർത്താവേ. സുന്ദരമായിട്ട് നടത്തിയല്ലേ? അങ്ങനെ നടന്നാണല്ലോ ഞാൻ ഇവിടെ വരെ വന്ന്. എനിക്ക് ഒരു ജോലിയില്ലായിരുന്നു. എനിക്ക് നീ ജോലി തരുമെന്ന് ഞാൻ വിശ്വസിച്ചു. എനിക്ക് ജോലി കിട്ടി. എനിക്ക് നല്ലൊരു കല്യാണം വേണമായിരുന്നു, നീ തന്നു. എനിക്ക് ഒരു വീട് തന്നു. ഈ ലോകത്ത് നിങ്ങൾ സാക്ഷ്യം കേട്ടിട്ടുണ്ടോ? ഏത് ചർച്ച ചെയ്താലും ഈ സാക്ഷിയൊക്കെയുള്ളൂ. എൻ്റെ പിള്ളേരെ ദൈവം അനുഗ്രഹിച്ചു, അവർക്ക് അവിടെ റാങ്ക് കിട്ടി, അവിടെ സെറ്റിൽമെൻ്റായി. ആ സന്തോഷം സഹിക്കാൻ പറ്റത്തില്ല. പ്ലീസ്. അപ്പൊ കർത്താവ് ചോദിക്കും, അപ്പൊ നീ വിശ്വസിച്ചല്ലേ ഇതെല്ലാം നേടിയത്? അതേ കർത്താവേ. എല്ലാവരും പറയും, ആ മനുഷ്യൻ ചേസ് ഉണ്ടല്ലോ, വിശ്വാസ വീരനായിരുന്നു, അവൻ പ്രാർത്ഥിച്ചെല്ലാം നേടിയത്. അതെല്ലാവരും പറയും. അല്ലെ കർത്താവിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ സഭയുള്ള വിശ്വാസം വിളിച്ചു. കർത്താവ് പറഞ്ഞു, ഓക്കെ നീ വലിയ വിശ്വാസിയായിരുന്നു, ശരി എന്നാ പോയിക്കോ. അപ്പൊ നീതിയുടെ കിരീടം? കർത്താവ് പറഞ്ഞു, നീ എന്തെല്ലാം വിശ്വസിച്ചോ അതെല്ലാം നിനക്ക് കിട്ടി. പൗലോസ് എന്തെല്ലാം വിശ്വസിച്ചോ അതെല്ലാം അവന് കൊടുത്തു.
ഞാൻ ദരിദ്രനായിട്ടവിടെ നിൽക്കുക. കാരണം ഞാൻ വിശ്വസിച്ച് ഒത്തിരി സാധനങ്ങൾ വാങ്ങിച്ചു, പക്ഷെ ഒന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ കൊള്ളാവുന്നില്ല, ഒന്നുമില്ല. വിശ്വാസ വീരനായിരുന്നു. പക്ഷെ എന്താ സംഭവിച്ചത്? അത് രക്ഷാകരമായ വിശ്വാസം അല്ലായിരുന്നു, വയറുവേദന മാറുന്ന വിശ്വാസമായിരുന്നു. അത് വേളാങ്കണ്ണി പോകുന്നവനുണ്ട്. കടഭാരം മാറുന്നുള്ള വിശ്വാസമായിരുന്നു, അത് വേളാങ്കണ്ണി പോകുന്നവനുണ്ട്, ശബരിമലയ്ക്ക് പോകുന്നവനുണ്ട്. അല്ലെ ഒരു മെനക്കെടുവോ? ലോകത്തിലെ എല്ലാ മതവിശ്വാസികളും നിരീശ്വരവാദികൾ എന്ന് പറയുന്ന അഹങ്കാരികൾക്കല്ലാതെ ലോകത്തിലുള്ള എല്ലാ മതവിശ്വാസികൾക്കുമുള്ള കോമൺ വിശ്വാസമാണ് ഇവിടുത്തെ. ഇപ്പൊ പെന്തക്കോസ്തുകാർക്ക് വന്നു വന്ന ആകെ ഒരു പ്രസംഗമുള്ളൂ: അസാധ്യങ്ങളെ സാധ്യമാക്കുന്നത്. ഇതൊരു പ്രതിഭാസമാണ്. ഏത് ബൈബിളിൽ നിന്ന് ഏത് വാക്യം എടുത്താലും അവസാനം എല്ലാവരും കൂടെ എഴുന്നേൽപ്പിച്ച് നിർത്തി ആ ഒരു ബ്രെയിൻ വാഷിംഗ് തലത്തിലേക്ക് വരുന്ന സമയത്ത് അവരെല്ലാം പറയുന്ന അസാധ്യങ്ങളെ സാധ്യം. അത് പറഞ്ഞാലേ നമുക്കൊരു വൈബ്രേഷൻ ഉണ്ടാവുള്ളൂ. ഈ ഒരു ചർച്ച ഞാൻ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ പാസ്റ്റർ എന്ന് പറഞ്ഞു, അസിസ്റ്റന്റ് പാസ്റ്റർ, പുള്ളിക്ക് രാവിലത്തെ പ്രസംഗം. അപ്പം ഞാൻ ചെന്നുകൊണ്ട് 2 പ്രസംഗം എനിക്ക് കിട്ടി, ഒന്ന് ഇംഗ്ലീഷ് ഒന്ന് മലയാളം. അപ്പം ഇംഗ്ലീഷ് ചർച്ചിൻ്റെ പാസ്റ്ററിൻ്റെ പറയുവാണ്, പാസ്റ്റർ വന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ എന്ത് പറ്റി? എന്ത് പ്രസംഗിക്കും എന്നറിയാതെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ പാടുവിടും. ഞാൻ എന്താണ് പ്രശ്നം? അപ്പം പുള്ളി പറയാണ്, അതെ, ഞങ്ങൾക്ക് ആ ചർച്ചിൽ ഒരു പ്രസംഗം പ്രസംഗിക്കാൻ പറ്റുള്ളൂ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്നതേ. ആ ഒരു വിഷയത്തിലോട്ട് എത്തിക്കാൻ വേണ്ടി ഞാൻ അതേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാം ധനവും വിട്ട് ദോഹയും വിട്ട് നോർത്ത് ഇന്ത്യയിൽ സുവിശേഷ വേലയ്ക്ക് പോയാൽ പിന്നെ എനിക്ക് നാളെ വരുമ്പം പ്രസംഗിക്കാൻ ആൾ വേണ്ടേ? അപ്പൊ പാസ്റ്റർമാരും കരുതിക്കൂട്ടി സംസാരിക്കും. നിങ്ങൾ നല്ല ജോലിയൊക്കെ വിട്ട് സുശേഷയിലേക്ക് പോകുന്ന പറഞ്ഞ് ഈ പാസ്റ്റർ ചിലപ്പോൾ സമ്മതിക്കായിരിക്കും, പക്ഷെ മിക്കവാറും പാസ്റ്റർമാരും വേണോ ആലോചിച്ചിട്ട് മതി എന്നൊക്കെ പറയുള്ളൂ. കാരണം ഞാൻ പറയുന്നില്ല. അപ്പൊ ഈ പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ മോശയുടെ കഥ പറഞ്ഞു, ഹാനോക്കിന്റെ കഥ പറഞ്ഞു, അബ്രഹാമിന്റെ കഥ പറഞ്ഞു, അവസാനം മലാഖിയുടെ കഥ വരെ പറഞ്ഞു. ഇനി ആരുടെ കഥ പറയണമെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് പാസ്റ്റർ വരുന്നത്. പുള്ളി തമാശയായിട്ടാണോ കാര്യമായിട്ടാണോ പറഞ്ഞതെന്ന് എനിക്ക് ഇന്നും അറിയത്തില്ല. പക്ഷെ ഇതൊരു ഗതികേടാണ് നമുക്ക്. പക്ഷെ ഒരു കാര്യമുണ്ട്, പഴയ നിയമം എവിടെ നോക്കിയാലും ഇത് കാണാം. ഏത് വാക്യം എടുത്താലും ഒരു അസാധ്യങ്ങളുടെ സാധ്യമാക്കലുണ്ട്. കാരണം അത് ലൗകികമായ നിഴലായ ഒരു നിറവേറലിനെ കുറിച്ചാണ് പറയുന്നത്. അബ്രഹാമിന്റെ കാര്യം പറഞ്ഞാലും അല്ലെ, അബ്രഹാം തന്നെ ദൈവം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെട്ടു എന്ന് പറഞ്ഞ് അബ്രഹാം പോകുന്നു. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നത് എന്താണെന്നറിയോ? കനാൻ ദേശമാണെന്നാ. പക്ഷെ പുതിയതും വായിക്കുമ്പോൾ മനസ്സിലാകുന്ന കനാൻ ദേശമൊന്നുമല്ല. അവിടെ പോയിട്ട് അവൻ ടെന്റ് അടിച്ച് താമസിച്ചത്. കാരണം അവന്റെ ഹൃദയത്തിൽ ദൈവം കൈപ്പണിയായി പണിയുന്ന ഒരു നഗരം, അതായിരുന്നു പൊരുള്. ആ പൊരുളിനെ അന്വേഷിച്ച പഴയ വിശ്വാസികൾ മുഴുവൻ നടന്നത്. നമ്മൾ അതിനകത്ത് നിഴൽ അന്വേഷിച്ച് ഇപ്പം നടക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാം ഫെയ്ത്തിന്റെ ഒരു ക്രൈസിസ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കാത്ത തലം എന്താന്ന്. ഒരു 50-60 വർഷങ്ങൾക്ക് മുമ്പ് പെന്തക്കോസ് ഇങ്ങനെ അല്ലായിരുന്നു. ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പൊ പെന്തക്കോസ് ഉണ്ടാവില്ലായിരുന്നു. 2 തലമുറ കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ പിള്ളേരുടെ ഒന്ന് കാണാൻ പറ്റുവാണേ അറിയാം, പെന്തക്കോസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവില്ല. ഇത് നിങ്ങൾ എഴുതി എവിടെയെങ്കിലും ഒട്ടിച്ചു വെച്ചേരെ. കാരണം ഉപദേശമായി എന്താണ് ക്രിസ്തു എനിക്ക് വേണ്ടി ചെയ്തതെന്ന് മനസ്സിലാക്കാത്ത ഒരു ജനം, എന്താണ് വിശ്വാസമെന്ന് പിടികിട്ടാത്ത ഒരു ജനത്തിന് ഒരിക്കലും തലമുറയിലേക്ക് അത് പകരാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ ഈ നിങ്ങളുടെ സഭയിൽ ഇന്ന് സംസാരിക്കുന്നത് ഇറ്റ്സ് ആസ് എ പ്രോഫറ്റ്. ഞാൻ നിങ്ങളോട് പറയുന്നത് നാശത്തിലാണ് നമ്മളെല്ലാവരും എന്നാണ്. രക്ഷപ്പെടണമെങ്കിൽ ദൈവത്തിന് മുമ്പിൽ നിലവിളിക്കുകയല്ലാതെ ഒരു വഴിയില്ല. നിങ്ങൾ വിചാരിച്ചാൽ വരുന്ന ഒരു കാര്യമല്ല വിശ്വാസം. ഈ ബൈബിൾ സ്റ്റഡി കേട്ടാലും നിങ്ങൾക്ക് വിശ്വാസമൊന്നും വരികയില്ല. അത് ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ തരണം. ആ കാറ്റടിക്കുന്നില്ല എന്നുള്ളത് നമ്മളെല്ലാം നിസ്സഹായരാക്കുന്നുണ്ട്. പക്ഷേ ആ നിസ്സഹായതയുടെ നടുവിലും നിലവിളിക്കുന്നവൻ എത്ര വേണേലും ആത്മാവിനെ നൽകാമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതാ നമ്മുടെ ഹോപ്പ്. അതുകൊണ്ട് സഭയായിട്ട് പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ആത്മാവിൻ്റെ ആ ഒരു കാറ്റ് നമ്മുടെ ഇടയിലടിച്ച് ആ പാപബോധത്തിൻ്റെ ഡെപ്ത് നമ്മളെ കാണിച്ചു തന്ന്, ആ റെച്ചഡ്നെസ് നമ്മളെ കാണിച്ചിട്ട് എല്ലാത്തിനും സഫിഷ്യൻ്റായ യേശുവിൻ്റെ വെളിപ്പാടിലേക്ക് നമ്മളെ നടത്തിയാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കത്തുള്ളൂ. അതർവൈസ് വി വിൽ ഓൾ ബി ലോസ്റ്റ് വിത്തൗട്ട് എക്സ്പീരിയൻസിങ് സാൽവേഷൻ. ഓക്കെ, അപ്പോൾ വിശ്വാസം എന്നാൽ എന്ത് എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. ഞാനത് പൂർണ്ണമായും വിശദീകരിക്കുന്നത് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അത് പ്രസക്തമായ കാര്യങ്ങൾ മാത്രം. കാരണം ഇത് ഓൾറെഡി പല ഫോമിൽ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആയിരിക്കാം. പക്ഷേ ഓരോ ജനത്തോടും സംസാരിക്കുമ്പം അത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ ആവർത്തിക്കുന്നത്. നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് എന്നിലൂടെ സംസാരിക്കുമെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. ആശ എന്താണ്? ആശിക്കുന്ന എന്താണോ അതിൻ്റെ ഉറപ്പാണ് വിശ്വാസം.
എന്തിനാണ് നിങ്ങൾ ആശിക്കുന്നത് എന്നുള്ളതാണ് പ്രോബ്ലം. ദൈവത്തിന്റെ ആത്മാവാണ് നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസത്തെ തരുന്നതെങ്കിൽ ദൈവത്തിന്റെ ആത്മാവാണ് ആശ ഉണ്ടാക്കുന്നത്. എന്നാൽ ഇന്ന് പ്രവാചകന്മാർ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ആശ വേറെയാണ്. 2003 ഒരു പ്രവാചകൻ എന്നോട് പറഞ്ഞാണ്, അടുത്ത വർഷം നിങ്ങൾ അമേരിക്കയിലായിരിക്കും. ഞാൻ പറഞ്ഞു ആയിരിക്കില്ല. പുള്ളി പറഞ്ഞു ആയിരിക്കും. ഞാൻ പറഞ്ഞു അല്ല, ഒരിക്കലും ആയിരിക്കില്ല. പുള്ളി പറഞ്ഞു ഇതെന്താ ദൈവത്തിനെതിരെ? ഞാൻ പറഞ്ഞു ദൈവത്തിനെതിരല്ല, നിങ്ങൾ പറഞ്ഞ വ്യാജോ, അതുകൊണ്ട് നിങ്ങൾക്കെതിരെ. പുള്ളി പറഞ്ഞു നിങ്ങൾക്ക് എങ്ങനെ ഇത്ര ഉറപ്പായിട്ട് പറയാൻ പറ്റും? ഞാൻ പറഞ്ഞു കർത്താവിനെ അമേരിക്കയിലോട്ട് വിളിച്ചിട്ടില്ലെന്ന് പറയാൻ നിങ്ങളുടെ ഉറപ്പൊന്നും എനിക്ക് വേണ്ട. വിളിച്ചിട്ടില്ല, വിളിക്കുമ്പം പോവും, പക്ഷെ അത് അടുത്ത വർഷത്തേക്കല്ല, ഞാൻ പോവില്ല തന്നെ. അപ്പം പറഞ്ഞു നിങ്ങൾ ഉറപ്പായിട്ടും പോയിരിക്കും. ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും പോവില്ല, ഞാൻ പാസ്പോർട്ട് പോലും എടുക്കില്ല. ഞാൻ പാസ്പോർട്ട് എടുത്തത് ഇവിടെ നിന്ന് വിളിച്ച ശേഷം. ഇവിടെ നിന്ന് വിളിക്കുമ്പോൾ എനിക്ക് പാസ്പോർട്ടില്ല. അപ്പൊ പോയിട്ടില്ല എന്ന് ഉറപ്പാണല്ലോ. എൻ്റെ ആദ്യത്തെ എയറോപ്ലെയിൻ എൻട്രി ഞാൻ പാസ്പോർട്ടിലൂടെ ദോഹയ്ക്ക് നിങ്ങളുടെ ദർശനിക്കാൻ. പുള്ളി വിചാരിച്ചു പാവം ഇയാളെ ഒന്ന് പ്രസാദിപ്പിച്ചേക്കാം. പ്ലെയിനെ കയറുന്ന നമുക്കിതൊരു സ്വപ്നങ്ങളുടെ കച്ചവടമാണ്. എനിക്ക് ഈ കഥ പറയുമ്പം ഇത് കേൾക്കും, ഇത് വൈഡായിട്ട് പോകുന്നുണ്ട്, അല്ലെ കുറെ കഥകൾ പറയാമായിരുന്നു. എന്നാലും ഒരു കഥ കൂടെ പറയാം. ഒരു സഭ ചെന്നപ്പോൾ ഒരു പാസ്റ്റർ, ദൈവം ഇതായാലും കേൾക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറയും. ഒരു സഭ ചെന്നപ്പോൾ ഒരു പാസ്റ്റർ പറയാണ്, പ്രവാചകന്മാരെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? ഞാൻ പറഞ്ഞു എനിക്ക് വളരെ മോശം അഭിപ്രായമാണ്. എന്താ പ്രവചനത്തെ അംഗീകരിക്കുന്നില്ലേ? ഞാൻ പറഞ്ഞു ആത്മാവിന്റെ കാറ്റ് വീശാത്ത ഒരു സമയത്ത് കള്ളപ്രവാചകന്മാർ മാത്രമേ ഉണ്ടാവുള്ളൂ, അതാണ് എൻ്റെ പ്രശ്നം. ഒരു യഥാർത്ഥ പുതിയ നിയമ പ്രവാചകൻ നിങ്ങളുടെ സഭയിലുണ്ടായി, നിങ്ങൾ അവനെ ആദ്യം ദോഹയെന്ന് ഓടിക്കും. കാരണം സഹിക്കാൻ പറ്റത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച്, ഒരു മനുഷ്യൻ എഴുന്നേറ്റ് 2 ഉടുപ്പുകളൊന്നും ഇല്ലാത്തവന് കൊടുക്കട്ടെ നിങ്ങളുടെ ചർച്ചയിൽ പറയാൻ തുടങ്ങി, നിങ്ങൾ അവനെ അനുവദിക്കുമോ? പുതിയ നിയമത്തിന് ഒരു പ്രോഫിറ്റ് ഉണ്ടായാൽ നിങ്ങൾ കേട്ടില്ല. ലോകത്തിലൊരു മനുഷ്യനും അവനൊരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അവനെപ്പോലുള്ളവർക്കേ കൊടുക്കും, അവനെപ്പോലുള്ള ഒരാളെ കൊടുക്കുള്ളൂ. അതുകൊണ്ട് അവൻ്റെ അതേ പ്രതിഫലമാണ് അന്ത്യകാലത്ത് കിട്ടാൻ പോകുന്നെന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ ചോദിച്ചു, പാസ്റ്റർ ചോദിച്ചു, നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു കൃത്യമായ പ്രവചനം എന്നോടൊന്ന് പറയാമെന്ന്. പുള്ളി പറഞ്ഞു പറയാമെന്ന് പറഞ്ഞു. പാവം കേട്ടോ, നല്ലൊരു മനുഷ്യനാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാട് എന്നോട് ചർച്ച ചെയ്തതാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം ഒരു പ്രവചനോട് നടന്നു. ഒരു IELTS എക്സാം പല പ്രാവശ്യം എഴുതിയിട്ടും പാസ്സാകാത്ത ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ പ്രവചനം വന്നിട്ട് പറഞ്ഞു, മകളെ നിന്റെ ഭാരം തീർന്നിരിക്കുന്നു, ഈ പ്രാവശ്യം നീ IELTS പാസ്സാവും. ഉടനെ അവളുടെ അമ്മയുടെ തലയിലും കൈവച്ചിട്ട് പറഞ്ഞു, നിന്റെ മകളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ആശങ്കകൾ നീങ്ങിപ്പോയിരിക്കുന്നു. പിറ്റേ ദിവസം IELTS റിസൾട്ട് വന്നു, അവൾ പാസ്സായി. പ്രവചനം എങ്ങനെയുണ്ട്? നിങ്ങൾ പറയാം, പ്രവചനം എങ്ങനെയുണ്ട്? കറക്റ്റല്ലേ? കറക്റ്റാണ്. സത്യമല്ല, കറക്റ്റാണ്. ഈ കറക്റ്റും സത്യവും തമ്മിൽ വലിയൊരു പ്രശ്നമുണ്ട്. നിങ്ങളുടെ കൊച്ചു സ്കൂളിൽ പഠിക്കുകയാണ്. ചോദ്യം, മനുഷ്യൻ എങ്ങനെ ഉണ്ടായത്? കൊച്ചിന്റെ ഉത്തരം, വർഷങ്ങളുടെ പരിണാമ പ്രക്രിയയിലൂടെ കുരങ്ങനെ പോലെയുള്ള ഒരു ആദിമ പൂർവിക ജന്മത്തിൽ നിന്ന് വാല് മുറിഞ്ഞ് നിവർന്ന് ഉഴപ്പനാണെങ്കിൽ പറയും, അങ്ങനെ പോകുമ്പോൾ വഴി കിടന്നൊരു മെൻഡോസ് എടുത്ത് കഴിച്ച് പരിണാമ പ്രക്രിയയിലൂടെ മനുഷ്യനായി. ടീച്ചർ നോക്കി മെൻഡോസ് കട്ട് ചെയ്ത് എറിഞ്ഞിട്ട് 1.5 മാർക്ക്, അവൻ്റെ 1.5 മാർക്ക് കൊടുത്തു. അതേ കൊച്ചു പിറ്റേ ദിവസം സൺഡേ സ്കൂളിൽ, അതേ ടീച്ചർ, സൺഡേ സ്കൂൾ ടീച്ചർ. ചോദ്യം, മനുഷ്യൻ എങ്ങനെ ഉണ്ടായി? ഏതും തോട്ടത്തിൽ ദൈവം മണ്ണ് കുഴച്ചെടുത്ത് മനുഷ്യന്റെ രൂപം ഉണ്ടാക്കി, അതിന്മേൽ ജീവശ്വാസം ഊതി, അത് ജീവനുള്ള ദേഹിയായി തീർന്നു. അവൻ അവിടെ 1.5 മാർക്ക്. അതവിടെ കറക്റ്റ്, ഇതിവിടെ കറക്റ്റ്. ഇതിലേതാണ് സത്യം എന്ന് കൊച്ചിനറിയാൻ യാതൊരു താല്പര്യമില്ല. അവിടെ ഇവിടെ സംഗതി കറക്റ്റായിരുന്നു. ഇത് പ്രവാചകൻ പറഞ്ഞത് കറക്റ്റ്, പക്ഷെ സത്യമല്ല. ദൈവത്തിന്റെ ആത്മാവായിരുന്നു ആ കൊച്ചിനോട് പ്രവചിക്കുന്നെങ്കിൽ എന്തായിരുന്നേനെ പ്രവചിക്കുന്നത്? ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെ ആയിരിക്കുമായിരുന്നു എന്ന്. മകളെ, IELTS പാസ്സാകുന്നതോ ഇല്ലാത്തതോ അല്ല കാര്യം. നിനക്ക് സന്തോഷിക്കാൻ അതിലും എത്രയോ വലിയ കാര്യങ്ങളുണ്ട്. നീ എന്തിനാണ് ഇങ്ങനെ വിഷാദിച്ചിരിക്കുന്നത്? നിനക്ക് വേണ്ടി മരിക്കാൻ ദൈവം സ്വർഗത്തിൽ നിറങ്ങി വന്ന് ക്രൂശിൽ നിനക്ക് രക്ഷ ഒരുക്കി തന്നെ നിനക്കറിയാവോ? നീ അതിൽ സന്തോഷിക്കുക എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം IELTS റിസൾട്ടും കൂടെ വന്നാൽ അവൾ ഇന്ന് IELTS റിസൾട്ടിലായിരിക്കില്ല സന്തോഷിക്കുന്നത്. അതിനപ്പുറം കർത്താവ് അവൾക്ക് വേണ്ടി നൽകിയ രക്ഷ ഓർത്തിട്ടായിരിക്കും. ഞാൻ ആ പാസ്റ്ററോട് ചോദിച്ചു, 100 പേരോട് ഇവർ പ്രവചിക്കുമ്പോൾ ഒരൊറ്റയാളോട്
യേശുവിൻ്റെ വെളിപ്പാടിലോട്ട് നയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ദാറ്റ് സ്പിരിറ്റ് ഈസ് ഫേക്ക്. ഒരാളോടെങ്കിലും ഒരിക്കലെങ്കിലും എന്നോടൊരു വേറൊരു പ്രവാചകൻ പറഞ്ഞാണ്, നിങ്ങൾ ആകാശത്തോടെ എയറോപ്ലെയിനിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ പ്രവാചക, എനിക്ക് എയറോപ്ലെയിനിൽ നിന്ന് ഇറങ്ങിയില്ല ഞാൻ എൻ്റെ മക്കളെ എങ്ങനെ കാണും? ഞാൻ എങ്ങനെ ഈ ഭൂമിയിലെ ശ്വാസം ഒന്ന് വലിക്കണം തോന്നി എന്ത് ചെയ്യും? ഇപ്പൊ ആരും അങ്ങനെ എന്നോട് പ്രവചിക്കാറില്ല. ഓക്കെ, അപ്പൊ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ആശ എന്ന വാക്കിനെ ഇന്നത്തെ ശുശ്രൂഷകർ മോഹം എന്ന് വിവർത്തനം ചെയ്തിരിക്കുന്നു. മോഹിക്കുന്നതിനെല്ലാം ഉറപ്പാണ്, പ്രാപിച്ചോ. ഇത് നമ്മുടെ വിശ്വാസത്തെ തകർത്തിരിക്കുന്നു. നിങ്ങളോട് ഇന്ന് ഞാനൊരു പ്രവചനം പറയാണ്, അടുത്ത വർഷം ഈ സമയത്ത് നിനക്ക് വിടുതലുണ്ടാവും എന്ന് പറഞ്ഞു വിചാരിച്ചോ. അപ്പോൾ പ്രശ്നം, എൻ്റെ ആഗ്രഹം അടുത്ത വർഷത്തിനുള്ളിൽ കർത്താവ് വരരുത്, അടുത്ത വർഷത്തിനുള്ളിൽ ഞാൻ മരിക്കരുത്. എനിക്ക് അതിനെങ്ങാനും മുമ്പ് മരിച്ചു പോവുമോ? ഇപ്പം മരണഭയം ഉണ്ടാവുക, എൻ്റെ പ്രവചനങ്ങൾ നിറവേറിട്ടില്ല. ഈ ലോകത്തിലേക്ക് ക്കുന്ന ഈ പ്രവചനങ്ങളാണ് ഈ 50-60 വർഷങ്ങൾ കൊണ്ട് ഈ പെന്തക്കോസ്തിലുള്ള സത്യവിശ്വാസത്തെ തകർത്ത് കളഞ്ഞത്. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോ. മോഹങ്ങളുടെ ഉറപ്പ്. മോഹിച്ചോ, ദൈവം നിനക്ക് വിശാലമായൊരു വഴി തുറന്നിരിക്കുന്നു. ഒരാളെങ്കിലും എഴുന്നേറ്റും ചോദിക്കോ, ഇടുക്ക് വഴി എവിടെയുണ്ട് പാസ്റ്റർ? ചോദിച്ചു. എന്താ ചോദിക്കാത്തെ? നമുക്കും അതാ വേണ്ടത്. ഇടുക്ക് വഴി വേണ്ടവൻ ഉണ്ടെങ്കിലല്ലേ പ്രവാചകൻ അത് പറയേണ്ടതായിട്ടുള്ളൂ. ഇരിക്കുന്ന ജനത്തിനും അതാ വേണ്ടത്. അപ്പൊ മോഹിക്കുന്നതിന്റെ ഉറപ്പ് എന്ന തലത്തിൽ നിന്ന് സഭ രക്ഷപ്പെടണമെങ്കിൽ യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ഓരോ ഹൃദയത്തിലും ഉണ്ടാകണം. ആ ഞരക്കം ഉണ്ടാക്കാൻ ദൈവത്തിന്റെ ആത്മാവിനല്ലാതെ ആർക്കും കഴിയില്ല. ഇന്ന് നിങ്ങളെ കാണിച്ചു തരുന്ന മഹത്വം ഈ ലോകത്തിൻ്റെതാണെങ്കിൽ ദാറ്റ്സ് നോട്ട് ഫ്രം ക്രൈസ്റ്റ്. കൃത്യമാണ്. അത് വിവേചിക്കാൻ സഭയ്ക്ക് കഴിയാതെ പോയതുകൊണ്ടാണ് ഇന്ന് ഈ അവസ്ഥയിൽ ആയത്. മോഹിക്കുന്നതിന്റെ ഉറപ്പ്. നമുക്ക് റോമാലേഖനം 8:23 നോക്കാം. എന്താണ് ശരിയായ ആശ എന്ന്? ശരിയായ ആശ എന്താണ് ആശ? വാട്ട്സ് ഹോപ്പ്? ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചവരായ നാം എല്ലാവരും ഉറക്കെ വാ തുറന്ന് അന്യഭാഷ പറഞ്ഞ് കർത്താവിനെ സ്തുതിക്കും. അങ്ങനെയാണ് എഴുതിയേക്കുന്നത്. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനു വേണ്ടി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. അപ്പൊ ഇത്രയും നേരം നമ്മൾ 3-ാമത്തെ തലം പാപത്തെ കുറിച്ച് പറയുമായിരുന്നു. എന്താ പറഞ്ഞത്? ശരീരം പോക്ക. അതല്ലേ പറഞ്ഞത്? ദൈവത്തിന്റെ ആത്മാവ് ഈ ഭൂമിയിലേക്ക് വരാൻ താമസിച്ച് എന്തിനാണെന്നറിയോ? നേരത്തെ പറഞ്ഞത് അന്നുവരെയും കർത്താവ് യേശു ക്രിസ്തു തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് അല്ലെ? അതുകൊണ്ട് ആത്മാവ് ഭൂമിയിലേക്ക്. അപ്പൊ ഭൂമിയിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ ആദ്യം ഉണ്ടാക്കുന്ന എന്താണെന്നറിയോ? ഈ ശരീരം ബലഹീനമാണെന്നുള്ള പാപത്തെ അവസ്ഥയിലാണ് ഞാൻ ദൈവത്തെ കണ്ടുമുട്ടുന്നത് അല്ലെ, പകരക്കാരനെ അന്വേഷിക്കുന്നത്. അപ്പൊ ഈ ആത്മാവ് എന്റെ ഉള്ളിലേക്ക് വന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവെന്താ? ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കണേ എന്നുള്ള ഞരക്കം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് പറയുന്നത്? ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കണം, പുത്രത്വം പ്രാപിക്കണം, യേശുവിനെ പോലെ ആകണം എന്നുള്ള ഞരക്കമാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിന്റെ ആത്മാവാണ്. അതിന് സംശയമൊന്നുമില്ല. ലോകത്തിൽ ഒരു ഫിലോസഫിക്കോ പ്രസംഗത്തിനോ ബൈബിൾ സ്റ്റഡിക്കോ നിങ്ങളുടെ ഉള്ളിൽ ആ ഞരക്കം ഉണ്ടാക്കാൻ പറ്റില്ല. ആത്മാവിന് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. യേശുവിനെ പോലെ ആകാനുള്ള ഞരക്കം, അംബാനിയെ പോലെ ആകാനുള്ള ഞരക്കം ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ യേശുവിനെ പോലെ ആകാനുള്ള ഞരക്കം ഉണ്ടാക്കാൻ ആത്മാവിന് മാത്രമേ പറ്റുള്ളൂ. നിങ്ങളുടെ ഉള്ളിൽ ആ ഞരക്കമില്ല. ഇന്ന് വൈകിട്ട് ഞാൻ എൻ്റെ ഭർത്താവിനോടല്ലേ ഭാര്യയോട് സംസാരിക്കുമ്പോൾ യേശുവിൻ്റെ സ്ഥാനത്ത് നിൽക്കണം എന്നുള്ള ഞരക്കം, അയ്യോ അങ്ങനെ അല്ലല്ലോ എന്നുള്ള വേദന, ഇത് നിങ്ങളുടെ ഉള്ളിൽ തരാൻ ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമേ സാധിക്കൂ. ഇപ്പൊ സമയം 9:20. 9:30 ഞാൻ പ്രസംഗം നിർത്തുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞാനൊരു 11 മണിയായിട്ട് നിർത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നാവുന്ന ഫീലിങ്ങിനാണ് ഞരക്കം എന്ന് പറയുന്നത്. ചില ക്ലാസ്സുകളിൽ ഇരുന്ന് നമ്മൾ വല്ലാതെ ഞരങ്ങിയിട്ടുണ്ട്, പൂജ്യം വിട്ട് കളിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടായിരിക്കും. മണി അടിക്കാത്തത് എന്താ എന്ന് ലോകത്തുള്ള സകല പ്യൂണുമാരെയും ചീത്ത പറഞ്ഞിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ പല കാര്യങ്ങൾക്ക് ഞരങ്ങുന്നുണ്ട്. രോഗം, പൈസ ഇല്ല, ദാരിദ്ര്യം, ഇതെല്ലാം പറഞ്ഞ് ഞരങ്ങുന്നുണ്ട്. പക്ഷെ എപ്പോഴെങ്കിലും ഒരിക്കൽ യേശുവിനെ പോലെ ആകാനുള്ള ഞരക്കം ഉള്ളിൽ തോന്നിയിട്ടുണ്ടോ? ഉണ്ടോ? ഞാനിത് ചോദിക്കുന്നതിൻ്റെ ഹൃദയം നുറുങ്ങിക്കൊണ്ടാണ് ചോദിക്കുന്നത്. ഐ വാണ്ട് ടു സീ ദാറ്റ് ഇൻ ദ ചർച്ച്. എവിടെ ചെന്നാലും ആരെങ്കിലും ഒരാൾ എഴുന്നേറ്റുന്നു എൻ്റെ ഉള്ളിൽ ആ ഒരു ഞരക്കമേ ഉള്ളൂ എന്ന് പറയാൻ പറ്റും. ഏറ്റവും കൂടിയ വിശ്വാസി പറയുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് സ്വർഗത്തിൽ പോയാൽ മതി ബ്രദറെ, പോരാ, അതിനല്ല നിങ്ങളെ വിളിച്ചേക്കുന്നത്.
യേശുവിൻ്റെ അതേ തേജസ് പ്രാപിക്കാൻ വേണ്ടി ആ വിളി, അവൻ്റെ അതേ അവകാശങ്ങൾ പ്രാപിക്കാൻ വേണ്ടിയുള്ള വിളിയാണ്. ആ വിളിയെ നമ്മൾ അവഗണിക്കുമ്പോൾ നമ്മൾ പ്രത്യാശയിൽ നിന്ന് മാറി മോഹങ്ങളിലേക്ക് സ്ലിപ്പാവുന്നു. ഇന്ന് നമുക്ക് മോഹങ്ങളുടെ ഉറപ്പാണ് വിശ്വാസം. നടക്കും ബ്രദറെ, വിശ്വസിക്കും ബ്രദറെ, നടക്കും. നടന്നില്ല എന്നാ കുഴപ്പം? എൻ്റെ ചോദ്യം അതാ. ഒരു ദിവസം എന്നോട് ഭാവി പറയാൻ വന്ന ഒരാളെ ഞാൻ പറഞ്ഞു, എന്നോട് ദയവായിട്ട് ഭാവി പറയരുത്. എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത ഒരാളാണ് ഞാൻ. പിന്നെ നാളെ എന്ത് നടക്കുമെന്ന് അറിഞ്ഞിട്ട് എനിക്ക് എന്ത് കാര്യം? ഒരു കാര്യമില്ല. ആരെ നാളെ എന്താ നടക്കുമെന്ന് അറിയാൻ പോകുന്നറിയോ? ദൈവത്തിൽ നിന്ന് ഡയറക്റ്റ് കേൾക്കാത്തവരാണ്. പ്രവചനം എന്തിനാ വേണ്ടതെന്ന് ഞാൻ പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് നിന്നപ്പോൾ ഒരാളുടെ സാക്ഷ്യം കേട്ടു. മഹാമോശമായിട്ട് ജീവിച്ചു, പെന്തക്കോസ്തുകാരൻ്റെ മകനായിട്ട് ജനിച്ചു, വളരെ മോശമായിട്ട് ജീവിച്ചു, ഡ്രഗൊക്കെ അടിച്ച് ജീവിച്ചു. ഒരു ചർച്ചിലേക്ക് പുള്ളി കയറി ചെന്നപ്പം അവിടെ 2-3 പേര് എഴുന്നേറ്റ് നിന്ന് അയാളുടെ പാവങ്ങൾ മുഴുവൻ പറഞ്ഞു. അയാൾ അവിടെ നിലവിളിച്ച് കരഞ്ഞ് മാനസാന്തരപ്പെട്ട് ഇറങ്ങി. ഇതാണ് പ്രവചനം. ഇത് പറയാൻ ഇന്നത്തെ പ്രവചനന്മാരില്ല. അതുണ്ടാകണമെങ്കിൽ ആത്മാവിൻ്റെ കാറ്റ് പിന്നെ ഒന്നുകൂടെ അടിക്കും. ഇത് 25 വർഷം മുമ്പ് നടന്ന കാര്യമാണ്. ഇന്ന് നടക്കുകയല്ല. അതുകൊണ്ട് സഭയെക്കുറിച്ച് നിങ്ങൾക്ക് ഭാരം ഉണ്ടെങ്കിൽ, ഇപ്പം ബൈബിൾ സ്റ്റഡിക്കാരെ കാണുമ്പം ആൾക്കാർ വിചാരിക്കുന്നത് ബ്രദറുകാരെ പോലെ ആയിരിക്കുന്നു. ബ്രദറുകാരുടെ ഒരു പ്രോബ്ലം, എത്ര നാൾ ബൈബിൾ പഠിച്ചാലും പരിശുദ്ധാത്മാവിനെ കുറിച്ച് 5 പോയിന്റ്, യേശുവിനെ കുറിച്ച് 14 പോയിന്റ്. ഇതല്ലാതെ ഇതെന്തിനാ പഠിക്കുന്നത് നമുക്ക് അറിയാം. ഇത് ജീവനായി മാറുന്നത് എങ്ങനെയാണ്? ഇത് യേശുവിന്റെ ജീവനിലേക്ക് എന്നെ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? വിശ്വാസത്തിന്റെ ഡെപ്ത് എന്താണ്? അതെങ്ങനെ നമ്മൾ അറിയേണ്ടതൊന്നും നമുക്ക് മനസ്സിലാക്കി. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വന്നാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണെന്നറിയാം? എന്താണ്? യേശു ക്രിസ്തുവിനെ പോലെ ആകാനുള്ള ഞരക്കം, അവന്റെ തേജസ് പ്രാപിക്കാനുള്ള ഞരക്കം. ആ ഞരക്കത്തെ എന്താ പറയുന്നത് നോക്കി അടുത്ത വാക്യത്തില്? പ്രത്യാശയാലല്ലോ നാം. ഈ പാട്ട് ദിവസം നിങ്ങൾ പ്രിന്റ് ചെയ്ത ആ ചെറിയ ബുക്കിലിട്ട് എനിക്ക് വേണം ഒരെണ്ണം. എന്താണെന്നറിയോ? എനിക്ക് അവിടെ ചെന്ന് പറയും, ഇങ്ങനെ പെന്തക്കോസ്തർച്ച് പഴയ പാട്ടുകൾ, നല്ല പാട്ടുകൾ, പ്രത്യാശയെക്കുറിച്ചുള്ളത് പാടും. നിങ്ങൾ ഇന്ന് പാടിയൊരു പാട്ടാണ് ശരിക്കും നമ്മൾ അടുത്ത ദിവസം സംസാരിക്കാൻ പോകുന്ന വിഷയം. തിരുക്കരങ്ങൾ നിരത്തി വെച്ചു താരകങ്ങൾ ഗഗനെ ഒരുക്കിയവൻ നമുക്ക് രക്ഷാമാർഗം അതിനും മുന്നേ. He had planned everything for us even before the foundation of the world. ഓക്കെ, അപ്പോൾ വിശ്വാസത്തിന്റെ രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത്, നമ്മൾ നാളെയാണത് സംസാരിക്കുന്നത്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. എവിഡൻസസ് ഓഫ് തിങ്സ് അൺസീൻ. കാണാത്ത കാര്യങ്ങൾ. ഞാനിത് എന്താണെന്ന് മാത്രം പറഞ്ഞ് ഇന്ന് അവസാനിപ്പിക്കാം. നമുക്ക് ഈ ഹാളിൽ നിങ്ങൾക്ക് ഇല്ല എന്ന് തോന്നുന്നത് എന്താണ്? ഇല്ല എന്ന് തോന്നുന്നേ? എല്ലാം ഉണ്ടോ? ഡ്രം സെറ്റ് ഇല്ല. വെരി ഗുഡ്, വണ്ടർഫുൾ. അപ്പം എന്തെങ്കിലും ഒരെണ്ണം വേണം, അല്ലെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോയില്ല. ഡ്രം സെറ്റ് ഇല്ലാത്ത കാര്യമാണ്. കാണാത്ത ഒരു കാര്യം പറഞ്ഞു. ഉണ്ട്, പക്ഷെ കാണുന്നില്ല. ഇരുട്ടോ? ഇരുട്ടില്ലല്ലോ. വായു കറക്റ്റ്, വായു കാണുന്നില്ല. പിന്നെ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു മിശിഹ 2-3 പേർ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ. എൻ്റെ ചോദ്യം, വിശ്വാസം എന്നത് ഇല്ലാത്ത ഡ്രം സെറ്റ് കൊണ്ടുവരുന്നതാണോ, കാണാത്ത ക്രിസ്തുവിനെ കാണുന്നതാണോ? എന്താ? ഇല്ലാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണോ, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണോ? കാണാത്ത കാര്യം ഉള്ള കാര്യമാണോ, ഇല്ലാത്ത കാര്യമാണോ? ഉള്ളതാണ്, കാണാൻ പറ്റുന്നില്ല. ഈ സെൻസ് കൊണ്ട് തിരിച്ചറിയാൻ പറ്റുന്നില്ല. എന്നാൽ ഉള്ളതാണ്, അത് അകത്തെ കണ്ണുകൊണ്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അത് അങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് വിശ്വാസം. ഈ വിശ്വാസം എത്ര പേരുടെ ഉള്ളിലുണ്ട്? നിങ്ങൾ എവിടെ പോയാലും പ്രിയ സഹോദരങ്ങൾ, ഇത് ഏത് സഭയിലും പറയണം. കാരണം ഇവിടെയാണ് സഭകൾ തകർന്നു കിടക്കുന്നത്. നോ ഫെയ്ത്ത്. വിശ്വാസം എല്ലാം ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കാനാണ്. വിശ്വസിക്കും ബ്രദറെ, ജോലി കിട്ടും ബ്രദറെ. ജോലി ഇല്ല, അതാണ് പ്രശ്നം. ഇല്ലാത്ത കാര്യം ഉണ്ടാക്കാൻ പോവാ. പ്രിയ സഹോദരങ്ങളെ, ദൈവം ജോലി തരും, പക്ഷെ അത് രക്ഷാകരമായ വിശ്വാസമല്ല, ജോലി കൊണ്ടിരുന്ന വിശ്വാസം. ജോലി കൊണ്ടിരുന്ന വിശ്വാസം കൊണ്ട് നിങ്ങൾക്ക് ജോലിയെ കിട്ടുള്ളൂ, സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. വയറുവേദന മാറുന്ന വിശ്വാസം വളരെ നല്ല വിശ്വാസമാണ്, പക്ഷെ അതുകൊണ്ട് വയറുവേദന മാറുള്ളൂ, സ്വർഗത്തിൽ പോകില്ല. സ്വർഗത്തിൽ പോകുന്ന വിശ്വാസം എന്ന് പറയുന്നത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. കാണാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊരു വാക്യം കൂടെ വായിക്കാം. ബാക്കി നിങ്ങൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചോ ധ്യാനിച്ചോ നാളെ വരുമ്പോഴേക്കും. 2 കൊരിന്ത്യ ലേഖനം 4:18 വായിച്ചേ. 2 Corinthians chapter 4 verse 18.
കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ വിശ്വാസം അല്ലെ, വിശ്വാസമാണ് എന്ത് ചെയ്യുന്നത്? കാണാത്ത കാര്യങ്ങളിലേക്ക് നമ്മളെ കണക്ട് ചെയ്യുന്നത്. പറഞ്ഞു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. അപ്പൊ ഈ കാണാത്ത കാര്യം എന്ന് പറഞ്ഞാൽ എന്ത് കാര്യമോ? നിത്യമായ കാര്യം. അപ്പൊ വിശ്വാസം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്തോ? യേശുവിനെ പോലെ ആകണം എന്നുള്ള ഞരക്കത്തിന്റെ ഉറപ്പും അല്ലെ. 2, നിത്യമായി എനിക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന താരകങ്ങൾ അവന്റെ കയ്യാൽ അണിനിരത്തപ്പെടുന്നതിന് മുൻപ് എനിക്ക് വേണ്ടി അവൻ കരുതിയിരിക്കുന്ന എനിക്ക് കാണാൻ പറ്റാത്ത കാഴ്ചകളുടെ തെളിവുകൾ. ഇതാണ് രക്ഷാകരമായ വിശ്വാസം. ഈ വിശ്വാസമാണ് പിശാചിൻ്റെ ഏറ്റവും വലിയ ശത്രു. നിങ്ങൾ വിചാരിക്കുമായിരിക്കും നിങ്ങളുടെ വീട്ടിലെ കോഴി, ഇവിടെ അതില്ലല്ലോ, നാട്ടിലാണെങ്കിലും കോഴിയോ നിങ്ങൾക്കൊരു ആരോഗ്യമോ ഒരിത്തിരി ജോലിയോ ഇതൊക്കെ അടിച്ചു കളയാൻ വേണ്ടി പിശാച് നടക്കുന്നതെന്നാ. നോ, അവൻ അതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. അവൻ്റെ ഇൻട്രസ്റ്റ് നിങ്ങളുടെ വിശ്വാസത്തെ എങ്ങനെ അട്ടിമറിച്ച് വഴിതെറ്റിപ്പിക്കാമെന്നാണ്. അതിലവൻ വലിയൊരു തോതിൽ വിജയിച്ചിട്ടുണ്ട്. കാരണം വിശ്വാസം എന്നത് ഇന്ന് മോഹിക്കുന്നതിൻ്റെ ഉറപ്പം ഇല്ലാത്ത കാര്യങ്ങളുടെ നിശ്ചയമായിട്ട് മാറ്റിയിട്ടുണ്ട്. ആരും അറിഞ്ഞിട്ടില്ല. സഭയിൽ വിശ്വാസ വീരന്മാരുണ്ട്, വിശ്വാസത്തെക്കുറിച്ച് വമ്പൻ പ്രസംഗങ്ങളുണ്ട്. പക്ഷെ എല്ലാം അവസാനിക്കുന്നത് ഇവിടെയാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഈ വലിയ ഡേഞ്ചർ സിഗ്നൽ കാണണം. ഇത് ഞാൻ പ്രസംഗിച്ചുകൊണ്ട് ഒന്നും സംഭവിക്കില്ലെന്ന് എനിക്കറിയാം. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് ഇന്ന് വ്യക്തിപരമായിട്ട് ഇടപെടാതെ ഒരു പണിയും നടക്കില്ല. അതുകൊണ്ട് ദൈവത്തിന് മുമ്പിൽ നമുക്ക് എല്ലാം കർത്താവിൻ്റെ ചോദിക്കും, കർത്താവെ ഞങ്ങളെ പാസ് മീ നോട്ട് ഓ ജെന്റിൽ സേവിയർ, ഞങ്ങളെ ഈ സഭയെ, എന്നെ നീ കൈവിടല്ലേ. നീ എനിക്ക് ഈ ആത്മാവിൻ്റെ അധിക പങ്കിനെ തന്ന് എന്തോരം വേണമെന്നറിയോ? എനിക്ക് യേശുവിനെ കുറിച്ചുള്ള ഞരക്കം എനിക്ക് ഫീൽ ആകുന്നത് വരെ, എൻ്റെ ഉള്ളിലുള്ള മറ്റ് ഞരക്കങ്ങളില്ലാതായി യേശുവിൻ്റെ തേജസ്സിന് വേണ്ടിയുള്ള ഞരക്കം എൻ്റെ ഉള്ളിൽ എനിക്ക് ഫീൽ ആകാൻ എനിക്ക് എന്തുമാത്രം ആത്മാവ് വേണോ അത്രയും ആത്മാവിനെ നീ എൻ്റെ ഉള്ളിൽ പകരണം. കാണാത്ത കാര്യങ്ങൾ എന്നെ ബോധ്യപ്പെടുത്താൻ, അവിശ്വാസത്തെ കാണിച്ചു തരാൻ ദൈവത്തിൻ്റെ ആത്മാവ്. ഞാനിത് പറയാൻ കാരണം അങ്ങനൊരു കാറ്റിപ്പോൾ അടിക്കുന്നില്ല, നിങ്ങൾക്ക് ഒരു പക്ഷെ നോക്കി അറിയാമായിരിക്കാം. ദിസ് ഇസ് വാട്ട് ഐ ആം സെയിങ് പ്രൊഫറ്റിക്കലി വാട്ട് ഗോഡ് ഹാസ് ടോൾഡ് മീ. അത് അടിക്കുന്നില്ല, അത് ദൈവത്തിന് ഭയങ്കര ആഗ്രഹമുണ്ട് നമ്മുടെ ഇടയിൽ അത് വീശിപ്പിക്കണമെന്ന്. പക്ഷെ അതിന് ഒരുക്കമുള്ള ഹൃദയങ്ങൾ ആവശ്യമാണ്. ഇത് ദൈവത്തെക്കുറിച്ച് സ്നേഹമുള്ള ആളുകളാണ്, വേണമെന്ന് ആഗ്രഹിക്കുന്ന, പാപബോധമുള്ള, തകരാൻ ഇഷ്ടമുള്ള, കർത്താവിന് മുമ്പിൽ സ്വയം തുറന്നു വെച്ച് ഞാൻ പാപിയെന്ന് സമ്മതിക്കാൻ ഇഷ്ടമുള്ള ആളുകൾ ആവശ്യമാണ്. ദൈവം അവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവരിൽ ഒരാളാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഇന്നത്തേക്ക് ക്ലോസ് ചെയ്യാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളുടെ നിസ്സഹായത അവിടുത്തെ സന്നിധിയിൽ വെക്കുന്നു. ഈ ജനത്തോട് ഞാൻ സംസാരിക്കുമ്പോഴും കർത്താവെ ഞാൻ അറിയുന്നു, കർത്താവെ അങ്ങ് എത്രയോ ഉന്നതനാണ്, ഞങ്ങൾ എത്രയോ നിസ്സാരന്മാരാണ്. എന്നാൽ അങ്ങേക്ക് ഞങ്ങളെ വിടുവിക്കാൻ കഴിയും. അങ്ങേക്ക് ഞങ്ങളെ അവിടുത്തെ ആത്മാവിനാൽ നിറയ്ക്കാൻ കഴിയും. അങ്ങേക്ക് വേണ്ടിയുള്ള ഒരു ഞരക്കം ഞങ്ങളുടെ ഉള്ളിൽ ഉൽപ്പാദിപ്പിക്കുവാൻ കർത്താവെ, ഈ ലോകം മയത്വത്തിന്റെ നടുവിൽ വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടമായി കർത്താവെ ഞങ്ങളുടെ അവിടുത്തെ ആത്മാവ് പരിവർത്തിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് തരാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.